الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين والوالدات يرضعن أولادهن حولين كاملين لمن أراد أن يتم الرضاعة وعلى المولود له رزقهن وكسوتهن بالمعروف وقال والوالدات മാതാക്കൾ ആരാണത്? ജമീഉൽ വാലിദാത്ത്, വാലിദാത്ത് എല്ലാവരും പെട്ടു. കുഞ്ഞിനെ പ്രസവിച്ച ഉമ്മ ആരൊക്കെയുണ്ട്? എല്ലാവരും ഇതിൽ പെട്ടു. അത് മുത്തല്ലഖാത്തിൻ കുന്ന അത് മുസവ്വജാത്തിൻ, തലാഖ് ചൊല്ലപ്പെട്ട് വിധവകളായി നിൽക്കുന്ന വാലിദാത്തായാലും അല്ല സൗര്യത്തിൻ്റെ കീഴിലുള്ള മുസവ്വജത്തായാലും ഇതുകൊണ്ടല്ലേ അന്നൽ ലഫ്ള് ആമുൻ, ലഫ്ള് ആമാണ്. അപ്പം എല്ലാ വാലിദാത്തിൻ്റെയും കടമയാണ് ഈ പറഞ്ഞു വന്നത്. കടമ ഫർളാണോ സുന്നത്താണോ എന്നോ ചർച്ച വേറെ ചെയ്യും. അമ്രാൻ യുർദിഇന അതതിൻ്റെ ഖബർ. ഇതിൻ്റെ വൽവാലിദാത്തൂന്ന് മുമ്പത്തത് അതിൻ്റെ ഖബറാണ് ഇത്. യുർദിഇന ഈ ഖബർ എന്താ? ജുംല മുലാരിയ ഫീലാണ്. യുർദിഇന അർളഹ യുർദി മുലാരിയ ഫീലാകുന്ന അവസരത്തിൽ ജുംല എന്തായിരിക്കും? ഖബരിയായിരിക്കും. അപ്പം അർത്ഥം നേർക്കുനേരെ പറഞ്ഞ എങ്ങനെ ഉണ്ടായാലും മുല കൊടുത്തുകൊണ്ടിരിക്കുന്നു ഖബരിയ ജുംല. പക്ഷെ നമുക്ക് ഇൻഷായിട്ടാണ് കിട്ടേണ്ടത്. ഇൻഷാച്ച മുല കൊടുക്കണം എന്നാണ് അർത്ഥം. അത് മുമ്പൊന്ന് ഒരു കിൽമത്ത് അതുപോലെ പറഞ്ഞിട്ടുണ്ട്. തറബസ്ന അതെ. അപ്പോൾ ലഫ്ദ് ഖബരിയാണെങ്കിലും മാനയിൽ എന്തായി? ഇൻഷായി. അതാണ് ഖബറും ഫി മാനൽ അംരി, അംറിൻ്റെ മാനാക്കുള്ള ഖബറാണ്. അതിൽ ലിയുർദിഇന അവർ മുല കൊടുക്കണം എന്ന് പറയുന്നു. അത് മനസ്സിലായാ? അപ്പോൾ കൊടുക്കണം എന്ന് പറയുമ്പോൾ അമ്രായി. അമ്രാകുന്ന അവസരത്തിൽ ഒന്നിക്ക് നെതുബാകും അല്ലെങ്കിൽ ഫർളാകും, കണ്ടല്ലേ? അത് പയ്യെ പറയും. ഔലാദഹുന്ന അവരുടെ സന്താനങ്ങൾക്ക് മുല കൊടുക്കണം എന്നാണ് പറഞ്ഞത്. ജംഉ വലദിൻ, വലദിൻ്റെ ജമ്മാണ് ഇത് ഔലാദ്. പിന്നെ ദക്കറൻഖാന ഔൻസ, അത് ആൺകുട്ടികളായാലും ശരി പെൺകുട്ടികളായാലും ശരി. വമാനൽ അംറി അൻ നദ്ബു, അമ്രിൻ്റെ മാന എന്താണ് ഇവിടെ? നദ്ബാന്ന്. അതായത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവള് കുറ്റക്കാരിയാകും എന്ന അർത്ഥത്തിനല്ല, സുന്നത്താണ്. അപ്പം അല്ലെങ്കിൽ പകരം മുല കൊടുപ്പിക്കും. അതുണ്ടല്ലോ. വജഹുൻ നദ്ബി, നദ്ബാകാനുള്ള കാരണമാണ് ഞാൻ പറയുന്നത്. എന്താ? ഉമ്മാക്ക് നദ്ബ് വരുമ്പോൾ അമ്രിനാക്കാണ് കുറച്ചും കൂടി എന്താക്കി കുറച്ച് ശക്തി കൂടിയില്ലേ? ഏത് പെണ്ണുങ്ങൾ മുല കൊടുത്താലും കുഞ്ഞിക്ക് വിശപ്പ് മാറുമല്ലോ. അപ്പോൾ ഉമ്മാക്കുള്ളത് അത് പറയുന്നത് അന്ന തർബിയത്ത് തഫ്ലി ബിലബനിൽ ഉമ്മി അസ്ലഹു, ഉമ്മാൻ്റെ പാലുപയോഗിച്ച് ഒരു കുട്ടിക്ക് തർബിയത്താണ് ഏറ്റവും മെച്ചപ്പെട്ടത്. എന്തിനാക്കാണ്? മിൻസാലിൽ അൽബാൻ, മറ്റു പുറമേയുള്ള ബ്രസ്റ്റ് ഫുഡ് ഈസ് ബെസ്റ്റ് ഫുഡ് എന്നല്ല പറയില്ലേ, മുലപ്പാല്. മറ്റൊന്ന് വാന്ന ഷഫഖത്തൽ ഉമ്മി അതമ്മു, ഉമ്മാക്കുള്ള ഷഫഖത്ത് കുറെ കൂടുതലായിരിക്കും മിൻ ഷഫഖത്ത് ഗൈരിഹ, ഉമ്മ അല്ലാത്ത പെണ്ണുങ്ങളെ. അപ്പം പൊതുവെയുള്ള വിഷയത്തിൽ നിന്ന് ഈ ഉമ്മാക്കാവലിന് ഉണ്ടാക്കി റുജഹാൻ വന്ന്, അതുപോലെ നദിബായത് മനസ്സിലില്ല. വാലം അന്ന ഹക്കൽ ഇർളാഇ ലഹുന്ന, മുല കൊടുക്കുവാനുള്ള ഹക്ക് ഉമ്മമാർക്കാണ്. എത്ര വരെ? ഇലാ അൻ യതസവ്വജ്ന, അവർ വിവാഹിതരാകുന്നത് വരെ. ആരോട് വിവാഹം? ബിഗൈരി ആബാഇൽ ഔലാദ്, ഈ മക്കൾ ഉപ്പ അല്ലാത്ത വേറെ ഭർത്താവില്ല. മക്കളുപ്പേപ്പൻ ഉപ്പ തന്നെ ഉണ്ടല്ലോ. എന്തുകൊണ്ടാണ്? അസ്വാജിൻ്റെ ഖിദ്മത്ത് കൊണ്ട് അവർ ശൂലാകുമ്പോൾ فلا يتفرغن لحضانتهم على الوجه اليقين ഏറ്റവും അനുയോജ്യമായ രീതിയിൽ
ഈ കുഞ്ഞുങ്ങളെ പരിപാലിക്കാൻ ഒഴിവ് കിട്ടുമല്ലോ. ഭർത്താവിനെ പരിഹരിക്കണം, ഈ കുഞ്ഞിനെ പരിപാലിക്കണ്ടേ. ഇനി അതിൻ്റെ കാലയളവാ പറയുന്നത് ഹൗലൈനി 2 കൊല്ലം, സനത്തൈനി അസുലുഹു. ഈ ഹൗല് എന്നുള്ള എന്താണെന്നറിയോ? മസ്തറാണ്. ഹാല യഹൂലു ഹൗലൻ എന്ന്. ഹാല എന്നിങ്ങനെ ചുറ്റി വന്നതാണ്. നവംബർ ജനുവരി 1-ാം തീയതി തുടങ്ങിയിട്ട് ഇങ്ങനെ ചുറ്റിയിട്ട് വീണ്ടും ജനുവരിയിലേക്ക് എത്തിയാൽ റൊട്ടേഷൻ. അസുലുഹു മിൻ ഹാല ഷൈഉ യഹൂലു ഇതങ്കലം. അതിങ്ങനെ പറഞ്ഞു വന്നാൽ അപ്പൊ കാമിലൈനി പരിപൂർണമായ 2 കൊല്ലം. അതിന് കാമിലൈനി എന്നൊരു പുസ്തകം പറയുന്നത് 2 കൊല്ലം ആയാൽ പോലെ. അത് പറയുന്ന 1 കൊല്ലവും 9 മാസമാക്കിയാലും എന്താക്കും? 2 പറഞ്ഞിക്കൊള്ള. അതല്ല, അത് 24 മാസം അടങ്ങുന്നു. അക്കദഹു ബി സിഫത്തിൽ കമാലി. ഏതാ കമാല്? കാമിലൈനി എന്ന പുസ്തകം പറഞ്ഞില്ലേ എന്ന് തഅക്കീദ് കൊടുക്കാൻ കാരണം ലിയന്നഹു മിമ്മാ യുതസാമഹു ഫീഹി. ഈ കാലം പറയുന്നതിൽ എന്താക്കും? ചില വിട്ടുവീഴ്ച ചെയ്യും. അങ്ങനെ പൂർണ്ണമായും പറയാതെ കണ്ടിട്ടുണ്ടല്ലോ. അതെ, ഉദാഹരണത്തിന് അഖംതു ഇൻദ ഫുലാനിൻ ഹൗലൈനി ബി മക്കാനി കദാ. ഇന്നാടടുക്കൽ ഇന്ന സ്ഥലത്ത് വെച്ച് ഞാൻ ഇഖാമ ചെയ്തു എന്ന് പറഞ്ഞു. വൈന്നമ അഖാമ ഫിഹി ഹൗലൻ വ ബഅദുൽ ഹൗലി. 1 കൊല്ലവും 1 കൊല്ലത്തിൻ്റെ ചില്ലറ മാസവുമായിരിക്കും താമസിച്ചത്. എന്നാൽ ഞാൻ 2 കൊല്ലം പണിട്ടെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ വിട്ടുവീഴ്ചക്ക് പറ്റൂല, താം ആകണം എന്ന് പറഞ്ഞു. ആ താം എപ്പോഴാണ്? ലിമൻ അറാദ അഞ്ഞുറ്റിമർ റവാ. മലകുടിയുടെ കോഴ്സ് ഉണ്ടല്ലോ, അത് പൂർത്തിയാക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 2 കൊല്ലം കഴിഞ്ഞാൽ എന്തില്ല, മലകുടിയുടെ കാലഘട്ടം പോയി. യഹ്തമിലു അൻയുറാദ ബിഹ. അത് ലിമൻ എന്ന് പറഞ്ഞ മന്ന ആരാന്നാണ് ചോദിക്കുന്നത്. ഈ 2 വയസ്സ് തികയാത്ത കുട്ടിക്ക് ഏതായാലും ഇത്തുമാമ വേണോ വേണ്ടോ എന്ന് പറയാനാവില്ല. ആ കൊട്ടാക സാഹചര്യം നോക്ക്. പിന്നെ രണ്ടായാലും ഉപ്പ് ഉണ്ടാകും, ഒരു ഭാഗത്ത് ഉപ്പ് ഉണ്ടാകും. ആരാണ് ഈ മൻ? മനസ്സിലില്ല. ഈ മൻ എന്ന് പറഞ്ഞത് ഇപ്പോൾ ഉമ്മയാണോ ഉപ്പയാണോ തിരിയില്ലല്ലോ. അതാ പറഞ്ഞത് യഹ്തമിലു അൻയുറാദ ബിഹ. ഈ മൻ എന്ന് പറഞ്ഞ ആ മണ്ണ് കൊണ്ട് ഉദ്ദേശിക്കാം അൽ വാലിദാത്ത് ഫഖത്ത്. ഉമ്മ മാത്രം ഉദ്ദേശിച്ചു. ഞാൻ പറയാല മൻ. ഹുന്ന വൽ ആബാവു മഅൻ. അല്ലെങ്കിൽ ഉമ്മമാരും ഉപ്പമാരും അടങ്ങുന്ന 2 കൂട്ടക്കാരും ആകാം. ആ ചർച്ച മനസ്സിലായില്ല. വഅലം. അപ്പം 2 ആളും ഉദ്ദേശിച്ചു. 2 കൊല്ലം മുലക്കെന്താക്കണം, മുടക്ക് കട്ടാക്കണ്ട, പൂർത്തിയാക്കണം എന്ന് ഉദ്ദേശിച്ച 2 കൊല്ലം. വഅലം അന്ന മുദ്ദത്തർ റളാഇ ഇൻദ അബി ഹനീഫത്ത റളിയല്ലാഹു അൻഹു എടുക്കൽ ഹൗലാനി വനിസ്ഫൻ. 2.5 കൊല്ലം എന്നാണ് മൂപ്പറെടുക്കൽ. റളാഇന്റെ കാലം. വഇൻദഹുമാ ഹൗലാനി ഫഖത്ത്. ഇൻദഹുമാ 2 ഇമാമികൾ. മുമ്പ് പറഞ്ഞല്ലോ വൈന്ദഹുമ എന്ന് പറഞ്ഞിട്ട് ശിക്ഷനെ പറ്റി പറഞ്ഞ സ്ഥലത്ത്. അപ്പം ഇമാം അഹമ്മദ് തങ്ങളോട് ചർച്ച ചെയ്തിട്ടില്ല. എന്താ? ഇസ്തിദ്ലാലൻ ബിഹാദിഹില്ലായ. ഈ ആയത്താണ് ഓവർക്കണ്ട തെളിവ്. അപ്പോൾ അബൂ ഹനീഫ ഇമാമിന് മറ്റ് തെളിവുണ്ടാകണം. ഇനി പറയുന്നു വലാ യുബാഹു ഇർദാഉ ബഅദ ഹാദൽ വഖ്തിൽ മഖ്സൂസ്. ഈ മഖ്സൂസായ വഖത്തിന് ശേഷം ഇനി മുല കൊടുക്കൽ ഇബാഹില്ല. അതുകൊണ്ട് മുലകുടിയുടെ ഹുക്മൊന്നും പ്രത്യേകം പറ്റില്ല. ശൈഖിന് ഒരു വന്നാൽ പിന്നെ നോക്കണ്ടേ, ഒരു തെരീക്കത്തുണ്ട്. വന്നാൽ പറയുമ്പോൾ പെണ്ണുങ്ങളെ മലയും പാലുള്ള പെണ്ണുങ്ങളെ മലയിലെ പാലയും കൊടുക്കുന്നു. ഇതെന്താക്കും? ഇയാളെ കുടിക്കുമ്പോൾ ഇയാളെ മുലകുടിയിലുള്ള ഒപ്പിയുമായി ആ പെണ്ണുങ്ങൾ മോടി. അപ്പോൾ കട്ടിലക്കാല പോലെ 3 എന്ന് പറഞ്ഞ മതി. കട്ടിലക്കാല 4 3 2 അല്ല. ആ പെണ്ണുങ്ങളെ പാലൊക്കെ കുടിച്ച ഉപ്പാപ്പയ മുലകുടിയുള്ള ഉപ്പയാവില്. അപ്പം അന്ന് മുതൽ എന്താ കാണുകയും ചെയ്യുക, തൊട്ടാ ഒന്നും മുറിയില്ല എന്നാണ് മസാല പറയുന്നത്. അതെല്ലാം കള്ളത്തരം പറയാനേ ഉള്ളൂ. അലൽ ഖിലാഫ് എന്ന് പറഞ്ഞാൽ ഇത് അബൂ ഹനീഫ ഇമാമിൻ്റെ അടുക്കൽ 2.5 കൊല്ലത്തിന് ശേഷം മറ്റുള്ള ഇമാമിൻ്റെ അടുക്കൽ 2 കൊല്ലം. എന്തുകൊണ്ട്? ലിഅന്ന ഇബാഹതഹു ലറൂറിയത്തുൻ. എവിടെ? ലിഅന്നഹു ജുസുഉൽ ആദമിയ്യി. ആ മുലപ്പാല് കൊടുക്കൽ എന്നുള്ളതുണ്ടല്ലോ, ഇർവാഹ്,
അത് ലറൂരിയാണ്. അത് ആദമീൻ്റെ ശരീരത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ്, സാധാരണ ഭക്ഷണം പോലെയല്ല. അതുകൊണ്ട് ലറൂറത്തിൻ്റെ കതിരോട് തന്നെ കണക്കാക്കപ്പെടണം. അപ്പം 2.5 കൊല്ലം കഴിഞ്ഞാൽ 2 കൊല്ലം കഴിഞ്ഞാലൊന്നുമില്ല, മുലകുടിൻ്റെ ബന്ധത്തിൻ്റെ ഹുക്കുമുണ്ടാവില്ല. ബലഗ അതെ കുടിക്കുന്ന ഉമ്മാക്ക് എന്താ സ്ഥലത്ത് ബലഗത്ത് സിന്നൽ ഹൈലി, അത് മലകുടി ബന്ധത്തിൻ്റെ ചർച്ച ഇവിടെ അതല്ല. ഇത് പെണ്ണുങ്ങളെ കടപ്പാടാ പറഞ്ഞു വരുന്നത്. ثم إنه تعالى كما وصى الأمة برعاية جانب الطفل في قوله تعالى والوالدات. കണ്ട, അല്ലാഹു സുബ്ഹാനഹു വ തആല ഉമ്മയോട് വസിയത്ത് പറഞ്ഞു, കുട്ടിൻ്റെ ഭാഗം നിങ്ങൾ കണക്കിലെടുക്കണം എന്ന്. ബിരിആയത്ത് ജാനിബി ത്വഫിലി, ഇതിൽ വൽ വാലിദാത്തു, അവരാരാണ് പ്രസവിച്ച ആ കുഞ്ഞിനെ പ്രസവിച്ച ഉമ്മമാരാണ്. വൽ ഉമ്മാത്തു എന്ന് പറഞ്ഞതിന് പകരം വൽ വാലിദാത്തു എന്നാണ്. അതിൽ തന്നെ ഒരു ഇല്ലത്തുണ്ട്. എന്നിട്ടോ വസ്സ, ഇത് നേരത്തെ കമാൻഡാക്കി. വസ്സൽ അബ, ഉപ്പാനോട് വസിയത്ത് പറഞ്ഞു. ബിരിആയത്ത് ജാനിബിൽ ഉമ്മി, ഈ പാൽ കൊടുക്കുന്ന ഉമ്മാൻ്റെ ജാനിബ് ശ്രദ്ധിക്കണേ എന്ന്. കാരണം ആ കുഞ്ഞിനെ സംരക്ഷിക്കുന്നത് ഉമ്മയാണ്. ശരിക്കും അല്ലേ? എത്ര വരെ? ഹത്താ തതഖവ്വല റിആയത്ത് മസ്ലഹത്തി ത്വഫിൽ, കുട്ടിയുടെ മസ്ലഹത്ത് കണക്കിലെടുക്കാൻ ഉമ്മാക്ക് നല്ല ശക്തി കിട്ടണം. അതിനെ മാത്രം എന്താണ് ഉമ്മാനെ സഹായിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞു. എന്നിട്ട് ഫഅമറഹു, അല്ലാഹു തആല കൽപ്പിക്കുകയാണ്, ബിഅൻ യർസുഖഹാ വയക്സുവഹാ ബിൽ മഅറൂഫ്, മഅറൂഫായ രീതിയിൽ, അതായത് ഇഫ്രാത്തും വേണ്ട തഫ്രീത്തും പറ്റൂല, ആ കോലത്തിൽ അവർക്ക് ഭക്ഷണവും വസ്ത്രവും കൊടുക്കാൻ വേണ്ടി അല്ലാഹു തആല പ്രേരിപ്പിക്കും. തിരിച്ചില്ല. സവാഉൻ കാന ദാലിക്കൽ മഅറൂഫു, ആ മഅറൂഫ് ആയാലും ശരി, മഹ്ദൂദൻ ബിശർത്തിൻ വഅഖദിൻ അംല, അതൊരു കരാറ് ചെയ്ത് ഇന്ന വസ്ത്രം തരാം, ഇത്ര ബിസ്കറ്റ് തരാം, ഇത്ര ശമ്പളം തരാം എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാം അംല. അതില്ലെങ്കിൽ എന്താകണം? മഅറൂഫ് അനുസരിച്ച് കൊടുക്കണം. അതായത് ശമ്പളം ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ ഒരു മഅറൂഫ് ഉണ്ടാവുമല്ലോ. പള്ളി നിർത്തുമ്പോൾ പറയുന്നതിന് ശമ്പളം ഒന്നും പറഞ്ഞിട്ടില്ല എന്ന്. എന്നാലും നമുക്ക് അപ്പുറം ഇപ്പുറം നടക്കുമ്പോഴല്ലാക്കാപ്പം നിങ്ങളൊട്ടും കുറക്കൂല. മറ്റേത് ഷർത്ത് ഫഖാല വഅലൽ മൗലൂദി ലഹു, ഈ മൗലൂദ് ലഹു ആരാണ്? പിതാക്കളാണ്. ആ കുട്ടിയുടെ ജന്മം നൽകിയ പിതാവ് ആരാണോ? എന്നാ വഅലൽ അബി എന്ന് പറഞ്ഞാൽ പോലെ. അലൽ അബു എന്ന് പറഞ്ഞാൽ ഉപ്പ തന്നെയല്ലേ? ഇത്ര വളർച്ച അബു എന്ന് പറഞ്ഞാൽ ലഫ്ദ് ചുരുങ്ങിയില്ലേ? അലൽ മൗലൂദി ലഹു എത്ര കലിമത്ത്? അലിഫ് ലാം ഇട്ട് മൗലൂദ് എന്ന് പറഞ്ഞ് ലഹു ഇട്ട് എത്ര 4-5 കലിമത്തായില്ലേ? അതായത് ഈ കുട്ടി ആർക്ക് വേണ്ടിയുള്ളതാണോ എന്ന് വരുത്താൻ. അപ്പൊ ഇവനക്ക് അറിയിക്കലാണ് ഉമ്മാക്ക് വിട്ടുകൊടുത്ത് നീ നാട് വിട്ടാൻ പറ്റൂല. ഇതൊന്ന് ശ്രദ്ധിക്കണ്ട്. ഈ കുട്ടി നിന്റെതാണ്, നിനക്ക് കൊണ്ട് ജനിച്ചതാണ്. ആ പ്രയോഗത്തിലത് വരണം. ഈ മൗലൂദ് എന്ന് പറഞ്ഞാൽ ഈ മഖൂസ് മൗലൂദ് എന്നതിൻ്റെ ആയത്തുമല്ലേ? ഞാൻ വഅലല്ലദീ യൂലദു ലഹു, ആർക്ക് വേണ്ടിയാണോ ഈ കുട്ടി ജനിപ്പിക്കപ്പെട്ടത് അവനെ വേണ്ടിയിട്ടുണ്ട്. അതാണ് ബഹുൽ വാലിദ്, ഉപ്പ തന്നെയാണ്. വഇന്നമാ ലം യകുൽ അലൽ വാലിദി, വാലിദ് എന്ന് പറയാതെ കണ്ടുണ്ടാക്കി അലൽ മൗലൂദി ലഹു, ഈ കുട്ടി ആർക്ക് വേണ്ടിയാണോ ജനിച്ചു വളരുന്നത് ആക്ക് വേണ്ടി. അത് അന്നൽ ഔലാദ ലിൽ ആബാ, ആബാഇന് ഔലാദ് കൊണ്ട് ഉപകാരമുണ്ട്. ഈ ഔലാദ് ആബാഇനുള്ളതാണ് എന്ന് വരുത്താനാണ്. ലിഅന്ന സൗജത്ത ഇന്നമാ തലിദുൽ വലദ ലിസ്സൗജി, ഒരു സൗജത്ത് വലദിനെ പ്രസവിക്കുന്നത് സൗജിന് വേണ്ടിയാണ്, സൗജിന് ഈ കുട്ടിൻ്റെ ഉപ്പാക്ക്. വലിദാലിക യുൻസബൂന ഇലൈഹിം, ഇതുകൊണ്ടാണ് ഉപ്പാനെ കൊണ്ട് ചേർക്കപ്പെടുന്നത്. കണ്ടാ, ലാ ഇലൽ ഉമ്മഹാത്ത്, ഉമ്മഹാത്തിലേക്ക് ചേർക്കപ്പെടൂല. റവിയ അന്നൽ മഅ്മൂൻ റഷീദ്, ഹാറൂൻ റഷീദ് അമീൻ മഅ്മൂൻ, ആ മഅ്മൂന് ലമ്മ തലബൽ ഖിലാഫത്ത, ഖിലാഫത്ത് തേടിയപ്പോൾ ആബഹു ഹിഷാം ബിൻ അലി അതിനെ വിമർശിച്ചു. കാലത്ത് പറഞ്ഞു ബാലകനി അന്നക്ക തുരീദുൽ ഖിലാഫ, ആരോട്? മഅ്മൂനോട്. നീ ഖിലാഫത്ത് ഉദ്ദേശിക്കുന്നതെന്ന് വിവരം കിട്ടിയല്ലോ. ഫകൈഫ തസ്ലഹു ലഹാ, ഖിലാഫത്തിന് നീ കൊള്ളുന്നത് എങ്ങനെ? എന്തുകൊണ്ട്? വാന്ത ഇബ്നു അമത്തിൻ,
അമത്തിൻ്റെ മോനാണല്ലോ, ഉമ്മ അമത്താണ്. ഫഖാല അന്നേരം പറഞ്ഞു കാന ഇസ്മായിലു അലൈഹിസ്സലാം നബിനു അമത്ത്, ഇസ്മായിൽ അലൈഹിസ്സലാം അമത്തിൻ്റെ മോനായിരുന്നു. വൈസ്ഹാഖ് ഇബ്നു ഹുർറത്തിൻ, ഇസ്ഹാഖ് ഹുർറത്തിൻ്റെ മോൻ. എന്നിട്ട് ഫഖറജല്ലാഹു മിൻ സുൽബി ഇസ്മായിൽ ഖൈറ വലദിൻ വൽദി ആദം, ആദം അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ മക്കളുടെ കൂട്ടത്തിൽ ഏറ്റവും ഖൈറായ ഒരു നബിയെ അല്ലാഹു തആല ഏത് തറവാട്ടുന്നുണ്ടാക്കി? ഇസ്മായിൽ അലൈഹി ഇസ്ലാമിൽ കൂടിയല്ലേ? അവന് ഉത്തരയില്ല. വാൻഷന്നിട്ട് പാടി ലാ തുസ്രിയം ബിഫതൻ മിൻ അൻ യകൂന ലഹു ഉമ്മും മിനർ റൂമി ഔ സൗദാഉ ദഅജാഉ വഇന്നമാ ഉമ്മഹാതുൻ നാസി ഔഇയത്തുൻ മുസ്തൗദഅത്തുൻ വലിൽ അബ്നാഇ അബ്നാഉ അബാഉ. പാട്ടുന്ന തുസ്രിയൻ, നീ പരിഹസിക്കണ്ട, ബിഫത്തൻ ഒരു ബക്രിനെയും. എന്തിനാ? മിൻ അയക്കൂന ലഹു ഉമ്മ മിനർ റൂമി, റോമക്കാരുടെ എന്നൊരു ഉമ്മ ഉണ്ടായി, അല്ലെങ്കിൽ സൗദ കറുത്ത ഉമ്മയെ പോയി, അല്ലെങ്കിൽ കണ്ണ് അങ്ങനെ പോയി എന്നെല്ലാം വന്നിട്ട് ഉമ്മാൻ്റെ പേരും വന്നിട്ട് കുട്ടീനെ ആക്ഷേപിക്കൊന്നും വേണ്ട. അതുകൊണ്ട് ഫൈന്നമാ ഉമ്മഹാത്തുന്നാസ്, ജനങ്ങളുടെ ഉമ്മഹാത്ത് ഔഹിയത്തുൻ, അത് വഹിക്കുന്ന ഒരു പാത്രം. മുസ്തൗദഅൻ എന്നല്ലേ പറഞ്ഞിരിക്കുന്നു. മുസ്തൗദഅത്തുൻ അതാ സൂക്ഷിച്ചു വെക്കാനുള്ള പാത്രം. എന്നാൽ വലിൽ അഭിനായി ആബാവ്, അഭിനായിന് ആരാണുള്ളത്? ഉപ്പയുള്ളത്. പാട്ടും പാടിക്കൊടുക്കും. ഇരിക്കട്ടെ. വഅലൽ മൗലൂദി ലഹുന്ന കടമ റിസ്ഖുഹുന്ന വകിസ്വത്തുഹുന്ന, അത് മല കൊടുക്കുന്ന ഉമ്മമാരുടെ റിസ്ഖും കിസ്വത്തും വേണമെന്ന് പറഞ്ഞു വന്നത്. അപ്പോൾ ചോദിച്ചു, സൗജായാൽ തന്നെ റിസ്ഖും കിസ്വത്തും വേണ്ടേ? ഇത് വലിൽ അഭിനായി ആബാവും അങ്ങനെയുള്ളത് അല്ല. ഉമ്മനെ കൊള്ളയെല്ലാം നോക്കുന്ന, അബാനെ കൊള്ളയെ നോക്കുന്നില്ല പറഞ്ഞു വന്നത്. അപ്പൊ റിസ്ഖുഹുന്ന വകിസ്വത്തുഹുന്ന, ആരുടെ? റിസ്ഖുൽ ഉമ്മഹാത്തി ഇലാ അർളഇന ഔലാദഹും, അവരുടെ കുട്ടികൾക്ക് മുല കൊടുക്കുകയാണെങ്കിൽ ഉമ്മഹാത്തിൻ്റെ റിസ്ഖ്. വലിബാസുഹുന്ന, അതുപോലെ തന്നെ അവരുടെ വസ്ത്രങ്ങളും. എന്തുകൊണ്ടാണ്? അന്നഹുന്ന യഹ്തജ്ന ഇലാ മാ യുഖിംന ബിഹി അബ്ദാനഹുന്ന, അവരുടെ ശരീരങ്ങൾ ആരോഗ്യപ്രദമായി നിലനിർത്താൻ ആവശ്യമായ രണ്ട് കാര്യങ്ങളാണ് ഇത്, റിസ്ഖും കിസ്വത്തും. അത് ബയ്യപ്പുറം പറഞ്ഞു. ഭാര്യ എന്നുള്ള എത്തിപ്പാലിൽ കൂടി റിസ്ഖും കിസ്വത്തും ഇല്ലേ? പിന്നെ ഇതെന്തിനടുത്ത് പറഞ്ഞു? അത് ഏതെങ്കിലും ഒന്നുകൊണ്ട് പോയി പോകും, മറ്റേത് ആക്കിത്താവും എന്ന് വെച്ചിട്ടാണ്. രണ്ട് ഹക്കുണ്ടെന്ന് പറയുന്നത്. അവർ പറയുന്നതാണ് ലിഅന്നൽ വലദ ഇന്നമാ യതഗദ്ദാ ബില്ലബനി, ആ വലത് പരിപാലിച്ച് വളർന്നത് എന്താ? ലബനം കൊണ്ടാണ് അല്ലേ? ഫകാന ഹാദാ മിനൽ ഹവാജിൽ ലറൂറിയത്തി, അതുകൊണ്ട് ഈ റിസ്ഖും കിസ്വത്തൊക്കെ ലറൂറിയായ ഹവാജിൽപ്പെട്ടതായി മാറി. ആ റിസ്ഖും കിസ്വത്ത് എങ്ങനെ കൊടുക്കണം? ബിൽ മഅറൂഫ്, അതും അതിന് പ്രത്യേകം അളവ് പറയാൻ കഴിയില്ല. ആ ചില കൊടുക്കും. ആത്തുഹുന്ന ഉജൂറഹുന്ന എന്നപ്പുറം വേറെ പറയുന്നുണ്ട്. ഹസ്ബ മാ യറാഹുൽ ഹാക്കിമു, അവിടെ ഹാക്കിമ് തീരുമാനിക്കുന്നത് പോലെയാണ്. എന്നിട്ട് വയഫി ബിഹി വുസ്അഹു, ഇവൻ്റെ കഴിവിൽപ്പെട്ടതായിരിക്കും വേണം. ഇവൻ്റെ കഴിവ് അതിനെ പൂർത്തിയാക്കാനും കഴിയണം, ഹാക്കിമിൽ വിധിക്കുകയും വേണം. മുല കൊടുത്ത വകയിൽ റിസ്ഖും കിസ്വത്തും കൊടുക്കണമെന്ന്. ഫൈൻ കീല, അപ്പോൾ ഒരു ചോദ്യമുണ്ട്. അപ്പോൾ പെണ്ണുങ്ങൾക്ക് രണ്ട് വശത്ത് വന്ന് ഇതാക്കാനത്ത് സൗദിയത്ത് ബാക്കിയത്ത്, സൗദിയത്ത് ഇവിടെ ബാക്കിയുണ്ടല്ലോ. അപ്പം ഫഹിയ മുസ്തഹിഖത്തുൽ ലിന്നഫഖത്തി വൽ കിസ്വത്തി ബിസബബിൻ നിക്കാഹി, നിക്കാഹിൻ്റെ കാരണം പറഞ്ഞുകൊണ്ട് തന്നെ നഫക്കയും കിസ്വത്തിനും അവകാശിയാണല്ലോ. അവിടെ നോക്കൂല, കുഞ്ഞിക്ക് മുല കൊടുക്കുന്നുണ്ടോ നോക്കൂല. സവാഉൻ അർളഅത്തിൽ വലദ അം ലം തുർളിഹു, വലദിന് മുല കൊടുത്താലും ശരി ഇല്ലെങ്കിലും ശരി നിക്കാഹിൻ്റെ ബന്ധം. ഫമാ വജ്ഹു തഅല്ലുഖി ഹാദൽ ഇസ്തിഹ്ഖാഖ് ബിൽ ഇർളാ, അപ്പം ഈ റിസ്ഖും കിസ്വത്തുമാകുന്ന കാര്യങ്ങൾ ഇർളാവുമായി ബന്ധപ്പെട്ടതിൻ്റെ വജ്ഹ് എന്താണ് എന്ന് ചോദ്യം. ഖുൽന, അതിന് മറുപടി അന്നഫഖത്തു വൽ കിസ്വത്തു തജിബാനി ഫി മുഖാബലത്തി തംകീൻ, തംകീനിൻ്റെ മുക്കാബിലയിൽ നഫക്കയും കിസ്വത്തും കൊടുക്കും. തംകീൻ എന്ന് പറഞ്ഞാൽ ഭാര്യനെ പൂർണ്ണമായി കുടുംബക്കാരുണ്ടാക്കി
ഇയാൾക്ക് വിട്ട് ഇയാൾ പൊട്ടിപ്പോകുന്ന പോവുക, അല്ലെങ്കിൽ കസ്റ്റഡിയിലേ. ഫൈനസ്തഗലത്ത് ബിൽ ഹലാനത്തി വൽ ഇർളാഇ, അപ്പോൾ ഹലാനത്ത് ഇർളാഇ കൊണ്ടെന്താക്കി ഇവർക്ക് വേറെ ഡ്യൂട്ടി വന്നു, കുഞ്ഞുങ്ങൾ മുന്നോടുക്കലുണ്ട്. അപ്പോൾ ഇത് ഒഴിവാകുവാൻ തോന്നിപ്പോകും. ആദ്യത്തെ ഒഴിവാകും. ലം തതഫറഖ ഖിദ്മത്തി സൗജി, സൗജിൻ്റെ ഖിദ്മത്തിന് വേണ്ടി ഒഴിവ് കിട്ടൂല. അപ്പം ഫറുബ്ബമാ യതവഹമു മുതവഹിമുൻ, ഊഹിക്കുന്ന ഒരാൾക്ക് ഊഹിക്കാൻ കഴിയും, അന്ന നഫഖതഹ വ കിസ്വതഹ തസ്ഖുതാനി, നഫഖയും കിസ്വത്തും ഒഴിവായിരിക്കുന്നു എന്ന് തോന്നിയെത്തും. അപ്പോൾ ഫഖത അല്ലാഹു ദാലിക്കൽ വഹ്മ, ആ വഹ്മിനെ അല്ലാഹു തആല മുറിച്ചു മാറ്റുകയാണ്. ബിഇജാബിൽ റിസ്ഖി വൽ ഖിസ്വ, റിസ്ഖും കിസ്വത്തും വാജിബാക്കിക്കൊണ്ട്. വനിസ്താദത്തിൽ മർഅതു ബിൽ ഇർളാഅ്, ഇർളാഅ് കൊണ്ട് ശൂലായാലും ശരി. ഇത് പറയാൻ പോകുന്നില്ല. തുകല്ലഫു നഫ്സുൻ ഇല്ലാ വുസ്അഹാ, ഒരു നഫ്സിനോടും തക്ലീഫാക്കപ്പെടില്ല അതിന് സാധിക്കുന്നതല്ലാതെ. ആ തക്ലീഫ് എന്താ? അൽ ഇൽസാമു. വഖൗലുഹു വുസ്അഹാ എന്ന് പറഞ്ഞത് മഫ്ഊൽ സാനിയാണ്. ഒന്നാം മഫ്ഊൽ ഏതായി? നഫ്സ്. കല്ലഫാക്ക് രണ്ട് മഫ്ഊൽ ഉണ്ട്. ഒന്ന് നഫ്സ്, അതിനെ വുസ്ഇനല്ലാതെ. അപ്പോൾ ആ നഫ്സിന് താങ്ങാൻ കഴിയുന്ന കഅന്നഹു ഖീല ലിമ ലം തജിബ് മുഅനത്തുൽ ഉമ്മഹാത്തി അല അൻഫുസിഹിന്ന, ഉമ്മഹാത്തിൻ്റെ ഇത് ചെലവുണ്ടല്ലോ, അത് ഓളെ തന്നെ വഹിക്കണമെന്ന് പറഞ്ഞ്. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് മുല കൊടുക്കുകയും വേണം, ഭർത്താവിന് ഹിദ്മത്ത് കൊടുക്കണം, ഓളെ ചെലവ് ഓളെ തന്നെ വഹിക്കണം എന്ന് പറഞ്ഞാൽ മുസ്ലിംപ്പെടാത്ത പരിധി വിട്ടുപോയി. കേട്ടാ. വലിമ കയ്യത്ത ബിൽ മഅറൂഫ് ലിമ ലം തജിബിൻ്റെ ബാക്കി മഅറൂഫ് കൊണ്ട് കയ്യിൽ കൊടുത്തതിന് രണ്ട് ചോദ്യത്തിന് ഉത്തരം. അത് ഫൗജീബ ബിഅന്നഹുന്ന ഗൈറു ഖാദിറാത്തിൻ അലൽ കസ്ബി ലിദുഅഫി ബിന്നതിഹിന്ന, അവരുടെ ശരീരഘടന ദുഅഫുള്ള കാരണത്തിന് വേണ്ടിയിട്ട് എല്ലാവരും അധ്വാനിക്കുമ്പോൾ അധ്വാനിക്കാൻ അവർക്ക് കഴിഞ്ഞുകൊള്ളുന്നില്ല. അതാ. ഇനി വഹ്തിബാസിഹിന്ന ലിമൻഫഅത്തിൽ അസ്വാജ്, അസ്വാജിന് ഉപകാരം ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ തടഞ്ഞിട്ടുണ്ടല്ലോ. അതോ അപ്പം ഫലോ ഔജബ മൂലനഹുന്ന അല അൻഫുസിഹിന്ന, ഇവരുടെ ചെലവ് ഇവരുടെ നഫ്സിൻ്റെ മേൽ തന്നെ നിർബന്ധമാക്കുകയാണെങ്കിൽ ലസിമ തക്ലീഫുൽ ആജിസി, ആജിസായ മനുഷ്യനോട് തക്ലീഫ് ലാസിമായി വിടും. അല്ലാഹുവിൻ്റെ നിയമം എങ്ങനെയാണ്? ലാ തുകല്ലഫു നഫ്സുൻ ഇല്ലാ വുസ്അഹാ. എന്തോ നീ കൊടാത്ത മതി. ഇനി പറയാതെ എന്താണ്? ഈ കുഞ്ഞിൻ്റെ പേര് പറഞ്ഞിട്ട് ഉമ്മയും വിഷമിക്കണ്ട, ഉപ്പയും വിഷമിക്കണ്ട. ലാ തുളാറ വാലിദത്തുൻ ബിവലദിഹ, ഒരു ഉമ്മ, വാലിദത്ത് ഉമ്മയല്ലേ, ആ ഉമ്മ വിഷമിക്കണ്ട. ബിവലദിഹ, വലതിൻ്റെ പേരും പറഞ്ഞിട്ട്. ഇവിടെ എന്താണ്? നഹിയുൻ അസ്ലുഹു ലാ തുളാറു എന്നാണ് അസ്ലെ. സർഫ് ഇദ്ഗാം വഹിച്ചാൽ കിട്ടുക. ലാ തുളാറു. പിന്നെന്താക്കി? റാഇനെ ഇദ്ഗാമാക്കി, നഹിയാണ്. അയ ലാ തഫ്അലിൽ മർഅത്തുൽ ദിറാറ ബിൽ അബി ബിവലദിഹ, കുട്ടിൻ്റെ കാരണം പറഞ്ഞുകൊണ്ട് എന്തില്ല, മർഅത്ത് ഉപ്പാക്ക് ഉപദ്രവം ചെയ്യാൻ പാടില്ല. നിങ്ങൾ കുഞ്ഞിനെ നോക്കുന്നുണ്ട്, നിങ്ങൾ നോക്കൂല എന്ന് പറയാൻ പറ്റൂല. കുട്ടീനെ കാരണം പറഞ്ഞിട്ട് ഐ ബിസബബി ഈസ, അതല്ല ഉദ്ദേശിച്ചതല്ല. കുട്ടിക്ക് നിററുണ്ടാക്കിക്കൊണ്ടുണ്ടാകും, അത് വാസിത്തേറ്റ് ഉപ്പാക്ക് നിററുണ്ടാവും. അതാ ഉദ്ദേശിക്കുന്നത്, അത് ആയിട്ട് വേണ്ടതാ. ലാ തഫ്അലുൽ മർഅത്തുൽ ദിറാറ, ഈ പെണ്ണ് ദിറാറ് ചെയ്യാൻ പാടില്ല. ആർക്ക്? ഉപ്പാക്ക്. ഉപ്പാക്ക് എങ്ങനെ? ഉപ്പാനെ തടല്ല. അല്ല അബി വലദിഹ, വലതിന് ദിറാറ് ചെയ്ത് കൊടുത്തിട്ട്. വലതിലേക്ക് നിററ് ചെയ്തിട്ട് ആ മാസിത്തയിൽ കൂടി എന്താക്കും? ഉപ്പാക്ക് വിഷമുണ്ടാവും. അത് പറ്റൂല. അതെങ്ങനെയത്? ഞാൻ മുല കൊടുക്കൂല എന്ന് പറഞ്ഞിട്ട്. അപ്പൊ കുഞ്ഞ് പൈസക്കാരൻ എന്താക്കും? ഉപ്പാക്ക് വിഷമാകും. ഏതോടൊപ്പം തന്നെ ഉപ്പ വിശാലത ചെയ്യാൻ വേണ്ടിയിട്ട് കിസ്വത്തും മായറൊപ്പം കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഉപ്പം നിരവരാതിയല്ലേ. അപ്പൊ ഫത്തുൽക്കൽ വലത അലൈഹി, അതെന്താക്കും? പെണ്ണ് കുഞ്ഞിനെ നിങ്ങൾ നോക്കിക്കോന്ന് പറഞ്ഞിട്ട് വിടും.
ഇനി വല മൗലൂദുല്ലഹു, ഈ കുട്ടി ആർക്ക് വേണ്ടിയാണോ ജനിച്ചത്, അതായത് ഉപ്പ, നേരത്തെ ഉമ്മ. മൗലൂദുല്ലഹു ആയ പിതാവ് ഉപദ്രവിക്കാൻ പാടില്ല ബിവലദി, കുട്ടിന്റെ പേര് പറഞ്ഞിട്ട്. അപ്പൊ ആരെ ഉപദ്രവിക്കുക? ഉമ്മാനെ. അതെ, ഉമ്മി, ഉമ്മാനെ കൊണ്ട് നിറാറ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപ്പ ഉപദേശിക്കാൻ പാടില്ല. അങ്ങനെ വലതിനെന്താക്കി ഇയാൾ തട്ടിപ്പറിച്ചുകൊണ്ട് പോയി. അപ്പൊ കുഞ്ഞ് നഷ്ടപ്പെട്ട വകയിൽ ഉമ്മാക്ക് വിഷമമുണ്ടല്ലോ. അതായതോടൊപ്പം റഹബത്തി ഇംസാക്കിഹി, കുഞ്ഞിന് എൻ്റെ കയ്യിൽ തന്നെ കിട്ടണം എന്നുള്ള റഹബത്തിലാണ് ആരുള്ളത്? ഉമ്മ ഉള്ളത്. എന്തുകൊണ്ട്? ബസിദ്ദത്തി മഹബത്തിഹാ ലഹു, ഉമ്മാക്ക് കുഞ്ഞിനോട് സിദ്ദത്തുൽ മഹബത്തും ഉണ്ട്. അപ്പൊ ഈ കുഞ്ഞിന്റെ പേര് പറഞ്ഞിട്ട് ഉപ്പ ഉമ്മാനെയോ അല്ല ഉമ്മ ഉപ്പാനെയോ ബുദ്ധിമുട്ടാക്കാൻ പാടില്ല എന്ന്. ഇനി ഇവിടെ വാലിദത്തും ബി വലത്, ഈ വലതിലെന്താക്കി ഹാന്ന് പറഞ്ഞിട്ട് അതിലേക്ക് ഇലാഫത്ത് ചെയ്ത്. രണ്ടാമത് ലഹു എന്ന് പറഞ്ഞിട്ട് ബി വലത് ഈ ഇങ്ങോട്ട് ഇലാഫത്ത് ചെയ്ത്. എന്നുവെച്ചാൽ കുഞ്ഞിനോട് രണ്ടാക്കും ബന്ധമുണ്ട് എന്ന് കാണിക്കാനാണ്, ഏകപക്ഷീയമല്ല ഈ ബന്ധം. അതാണ് വലതി ഇലാ കുല്ലിൻ മിൻഹുമാ ലിസ്തിഅതാഫിഹിമാ ഇലൈഹി, വാലിദത്തിലും അതുപോലെ തന്നെ മൗലൂദുല്ലഹു, ഈ കുഞ്ഞിനോട് ബന്ധമുണ്ട് എന്ന് കാണിക്കാനാണ് എന്താക്കിയത്? അങ്ങോട്ട് ലാഫത്താക്കി. പിന്നെ വല മൗലൂദുല്ലഹു ബിവലദിഹി ഇങ്ങോട്ട് ലാഫത്താക്കി. ലിഅന്നഹു ലൈസ ബിഅജ്നബിയ്യിൻ മിൻ കുല്ലി വാഹിദിൻ മിൻഹുമാ, ഈ ഉമ്മാനെയും ഉപ്പാനെയും വിട്ട് അജ്നബിയായ ഒരു കുട്ടിയല്ലല്ലോ ഇത്. മാത്രമല്ല വലിത്തംബീഹി അലാ അന്നഹു ജദീറുൻ ബൻ യത്തഫിഖ അലാ ഇസ്തിസ്ലാഹിഹി, കുട്ടിക്ക് വേണ്ടുന്ന സലാഹായ കാര്യങ്ങൾ പ്രവർത്തിക്കാൻ രണ്ടാളും പരസ്പരം സഹായിക്കണം. നിന്റെ കുഞ്ഞു എൻ്റെ കുഞ്ഞുമല്ലേ. വലാ യൻബഗി അൻ യുളറ ബിഹി ഔ യതളറ ബിസബബിഹി, കുഞ്ഞിനെ കൊണ്ടോ അല്ലെങ്കിലോ കുഞ്ഞിൻ്റെ പേർക്ക് സബബാക്കിക്കൊണ്ടോ ഇങ്ങനെ അങ്ങോട്ടും അങ്ങനെ ഇങ്ങോട്ടും ഒരു ഉപദ്രവം ഉണ്ടാകാൻ പാടില്ല. ഇനി എന്തുണ്ട്? ഉപ്പ ഇല്ലാണ്ടായി ആരാ ചെലവ് കൊടുക്കേണ്ടെന്നാണ്? വാരിസ് കൊടുക്കണം. മനസ്സിലേക്ക് പോയില്ലേ? അതാ വഅലൽ വാരിസി വാരിസ് സബിയ്യ് ഇൻദ അദമിൽ അബി, ഉപ്പ ഇല്ലാത്ത അവസരത്തിൽ സബിയിൻ്റെ വാരിസാണോ അവരുടെ മേലാണ് കടമ. അത് മിമിൻ കാനദാ റഹിമിൻ മുഹറമിൻ മിൻഹു, അതാ ഈ സബിയിൻ്റെ ഉപ്പയുമായിട്ട് റഹമ് അപ്പം ആരുണ്ടാകും? റഹമ് ബന്ധമുള്ള ജ്യേഷ്ഠൻ ഉണ്ടാകാം. മിസ്ലു ദാലികായി മിസ്ലു മാ വജബ അലൽ അബി മിനർ റിസ്ഖി വൽ ഖിസ്മതി, റിസ്ഖിനാലും കിസ്ബത്തിനാലും ബാപ്പാക്ക് വാജിബായത് അവർ അതിന് തത്തുല്യമായി നിർവഹിക്കണം. വാജിറുള്ള ഈ മുല കുടിക്കുവാനുള്ള അജ്റും കൊടുക്കണ്ടേ അതും. ഇനി മുല കൂടി മാറ്റലിനെ പറ്റിയാ പറയുന്നത്. 2 കൊല്ലം കഴിഞ്ഞാൽ പിന്നെ മുല കൂടിയില്ലല്ലോ. ഫസറൽ പറഞ്ഞെന്താണ്? മുദ്ദത്ത് പൂർത്തിയായാൽ മുഷാവറ ഇല്ലാണ്ട് മാറ്റാം. ഇനി ഇല്ലെങ്കിലോ ഇനി 2 മാസം കൂടി ബാക്കിയുണ്ട്, എന്നാൽ എന്താക്കുക? മുഷാവറ ചെയ്യണം. കാരണം ഒരാൾ അവകാശം അവിടെ ബാക്കിയുണ്ടല്ലോ, 10 മാസം കൂടെ കുടിക്കാനുള്ള അവകാശം അവിടെ ബാക്കിയുള്ളതുകൊണ്ട്. ഈ റദായിൻ്റെ അഹ്കാം ഉണ്ടാകുന്നത് 2 കൊല്ലമേ. അതിനെ കഴിയുമ്പോൾ സാധാരണ നെഫക്കാം ഈ റദായിൻ്റെ ഒക്കെ പോയില്ലേ. അവർ രണ്ടാളും ഉദ്ദേശിച്ചു. ആരാണ്? വാലിദാനി, മാതാവും പിതാവും ഉദ്ദേശിച്ചു. ഫിസാലൻ, മുലകുടി മാറ്റാനായി. ഫിതാമൻ ലിസ്സഗീരി അനിർ റദാഇ, ഈ ചെറിയ കുട്ടി എന്താക്കണം? മുലകുടിയെ തൊട്ട് ഫിതാം ഉദ്ദേശിച്ച്. എപ്പോഴും കവല തമാമിൻ്റെ അവലൈൻ എത്തുന്നതിന് മുമ്പാണ്. എന്നാൽ എന്ത് വേണം? മുഷാവറ വേണം. അൻ തറാദിൻ മിൻഹുമാ, 2 പേരുടെ വക്കൽ നിന്നുണ്ടാകുന്ന തറാദിയെ തൊട്ടിട്ട്. ആരാ? മിൻഹുമാ മിനൽ വാലിദൈനി. അപ്പം ലാ മിൻ അഹദിഹിമാ ഫഖദ്, ഏകപക്ഷീയമായിട്ട് പറ്റൂല. എന്തുകൊണ്ട്? ലിഹ്തിമാലി ഇഖ്ദാമി അലാ മാ യദുറു ബിൽ വലദി, കുട്ടിക്ക് ബുദ്ധിമുട്ടാകുന്ന എന്തെങ്കിലും ഒരു കാര്യം അവിടെ സംഭവിക്കാൻ ഇഹ്തിമാലുണ്ട്.
അതങ്ങനെ ബിയൻ തമല്ലൽ മർഅത്തുൽ ഇർലാ, പെണ്ണുങ്ങൾ എന്താക്കുക മുല കൊടുത്തിട്ട് മടുത്ത്, എന്നിട്ടോ അത് പെണ്ണിൻ്റെ ഭാഗത്തേക്ക്, അല്ലെങ്കിലോ കോരി കൊടുത്തിട്ട് ഉപ്പിയും എടുത്ത് വഴിപാത്താക്കാല. അതുകൊണ്ടാണ് എന്താ രണ്ടാം മുഷാവറ ചെയ്യണമെന്ന് പറഞ്ഞത്. അപ്പം അവിടെയും രണ്ട് രൂപത്തിലും എന്തുണ്ട്, കുട്ടിക്ക് ഇളറാറുണ്ടാക്കുന്ന സംഗതി ഉണ്ടായില്ലേ. ഉറുബമായ എന്നുറുൽ ഫിത്താമുബി ജിസ്മിഹി, ചിലപ്പോൾ ഈ ഫിത്താമ് അവൻ്റെ ജിസ്മിന് ബുദ്ധിമുട്ടാക്കും, ആവശ്യത്തിന് മുല കിട്ടാഞ്ഞാൽ. തശാവുരിൻ, മുഷാവറയും ചെയ്യണം, തറാദിയും വേണം. തറാദി മനസ്സിൻ്റെ ഒരു ഹാലാണ്. ഫീ ശൈനിൽ വലദി മുതഫഹുസൻ അഹ്വാലിഹി, കുട്ടിൻ്റെ അഹ്വാലുകളെ കുറിച്ചിട്ട് നല്ല അന്വേഷണം നടത്തുകയും വൈജ്മാഇൻ മിൻഹുമാ അലാ ഇസ്തിഹ്ഖാഖിഹി ലിൽ ഫിതാം, മുലകൂടി മാറ്റാൻ അവന് അർഹതയുണ്ട് എന്നെന്താകണം, രണ്ടുപേരും ഇജ്മാഅണം. അതാ മുഷാവറ. ഇവരുണ്ടാണ് അല്ല മിൻഹുമാന്നല്ലേ പറഞ്ഞത്. ഇനി വൈന്നമാ തുബിറ ഇത്തിഫാഖുൽ വാലിദൈനി, വാലിദൈന്റെയും വലതിൻ്റെയും ഉമ്മാൻ്റെയും ഇത്തിഫാഖ് വേണമെന്ന് പറഞ്ഞില്ലേ. അതെന്താന്ന് ലിമാ ഫിൽ അബി, ഉപ്പാൻ്റെ ഭാഗം നോക്ക്, മിനൽ വിലായത്ത്, ഉപ്പാക്ക് വിലായത്തിൻ്റെ അധികാരമുണ്ട്. വഫിൽ ഉമ്മിലോ മിന ഷഫഖത്തി, ഉപ്പാനാക്കാണ് ഷഫഖത്തും കൂടുതലുണ്ട്. അപ്പം രണ്ടാണ് അഭിപ്രായം എന്താ എടുക്കാം. വഹിയ ആലമു ബി ഹാലി സബിയിൻ്റെ ഹാല് കൊണ്ട് ഉമ്മക്ക് കൂടുതൽ അറിയലും. ഫലാ ജുനാഹ അലൈഹിമാ, അങ്ങനെയാണെങ്കിൽ എന്തില്ല, അവർക്ക് ജുനാഹില്ല. ഫീ ദാലിക വലാ ഹറജ, കുറ്റവുമില്ല. ഉത്തരം ബർക്കത്തി പറയാ, സവാഉൻ സാദാ അലൽ ഹൗലൈനി ഇലാ 30 ശഹ്റ. മുഷാവറ ചെയ്തിട്ട് നമ്മൾ നീട്ടിയും കൊടുത്തേക്കാന്ന് വെച്ചു. 30 ഷഹർ വരെ പോയി, 2.5. ആരാ അബോനിബിമാവിൻ്റെ മദ്ഹബല്ലേ. ആവു നഖസ, അല്ലെങ്കിൽ ചുരുക്കുമ്പോൾ കുട്ടിക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ രണ്ടാളും ഇത്തിഫാഖാൽ കണ്ടാൽ മുലകൂടി മാറ്റുകയും ചെയ്യാം. പല ജുനാഹ അലൈഹിം, അപ്പോൾ ചുരുക്കത്തിൽ എത്ര ഉണ്ടാവും, 3 അഭിപ്രായം ഉണ്ടാവും. അതെ, بعد استقرار رأيهما إلى ما هو خير للصبي, സബിയ്യന് ഏറ്റവും ഖൈറായ ഏതാണോ അന്ന് അവരുടെ അഭിപ്രായം എന്താകണം, മുസ്തഖിറാവണം. ഫത്ഹുൽ മുഈനിൽ പറഞ്ഞ മുഷാവറ എന്ന് പറഞ്ഞാൽ ഈ കോലത്തിലാണ് ഇപ്പോൾ തിരിഞ്ഞ്. ഇനി വഇന്നറത്തും, ഇനി നിങ്ങൾ ഉദ്ദേശിച്ചാൽ, അയ്യുഹൽ ആബാ, ആബായിനോടാണ് തും എന്നുള്ള ഖിതാബ്. എന്തിനാണ്, ഉമ്മ പറയൂലല്ല നമ്മളെ കൊടുക്കൂലായിരുന്നു. നിങ്ങൾ റദായിനെ തേടാൻ എന്ന് പറഞ്ഞാലോ, വേറെ ഉമ്മാനെ കൊണ്ടാന്നിട്ട് മുല കുടിപ്പിക്കാം. ഔലാദ് അൽ മറാദി, ഔലാദക്കും, നിങ്ങൾ ഔലാദിന്. അപ്പൊ ഇസ്തർദാന്റെ 1-ാം മഫ്അലാണ് മൂപ്പർ മറാദിയാൻ സങ്കല്പിച്ചത്, ഔലാദക്കുമാണ് 2-ാം മഫ്അൽ സങ്കല്പിച്ചത്. അപ്പൊ നിങ്ങൾ ഔലാദിന് വേണ്ടി മറാദിനെ തേടി പിടിക്കുക. മുല കൊടുക്കുന്ന ഉമ്മമാരുണ്ടല്ലോ, ഒരു ഹലീമ ബീവി ഇല്ലേ, ഓർത്തടലി ലീർലായ ഔലാദിക്കും, നിങ്ങളെ മക്കൾക്ക് മുല കൊടുക്കാൻ വേണ്ടിയിട്ട്. ഫലാ ജുനാഹ അലൈക്കും, അവിടെയാണ് അതിലെ മറ്റൊരാളുമായി മുലയോടി ബന്ധം സ്ഥാപിക്കുന്ന മസാല. കൊടുക്കുന്ന ഉമ്മാക്ക് എന്ത് വേണം, ചുരുങ്ങിയത് ഹൈലിൻ്റെ മിനിമം പ്രായം ഉണ്ടായിരിക്കണം. ബലഗത്ത് സുന്ന ഹൈല് 9 വയസ്സല്ലേ സുന്നുൽ ഹൈല്. അപ്പം 5 വയസ്സുള്ള ഒരു ഉമ്മാക്ക്, ഒരു പെൺകുട്ടിക്ക് പാലുണ്ടെങ്കിൽ ആ മുല കൊടുത്താൽ നല്ല ഉണ്ടാവില്ല. അത് വരും. കുടിക്കുന്ന കുട്ടിയുടെ അർത്ഥം എന്താന്ന്, ഷാഫി മദ്ഹബ് പ്രകാരം 2 വയസ്സ് കവിയാൻ പാടില്ല, 2.5. 5 വട്ടം കുടിച്ചിരിക്കണം. 5 നല്ല ഒറ്റ വട്ടം എടുത്തിട്ട് 5 തവണയായിട്ട് കൊടുക്കുന്നത് ചെയ്യും. അത് പാലന്നായി കൊണ്ടൊന്നുമില്ല, പാലിൻ്റെ കൂടെ ഗുളിക തേച്ചിട്ടോ വെള്ളം ചേർത്തിട്ടോ വെള്ളം കൂട്ടിക്കെത്തിയിട്ട് കൊടുത്താലും 5 ആവും. ഒരു 10 മില്ലി പാല് വാങ്ങിക്കൊണ്ടാകുന്നത് പത്തിത്താനോട് ഇവിടെ കൊണ്ടാക്കി ഉണ്ടാക്കിയെന്ന് വെച്ചാൽ ദാനന്തരം ഗുളിക അല്ലെ കൊമ്പൻ ജാതി ഇവിടെ തേച്ച് കൊടുക്കാൻ വേണ്ടി കുറച്ച് പാല് കൊടുത്ത് നട്ടം കൊടുത്തു, കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെയും കൊടുത്തു. അപ്പോൾ 10 മില്ലി പാലുകൊണ്ട് എന്താക്കി ആ ഉമ്മയായിരുന്നു. അവിടുന്ന് റവാൻ്റെ സബൂത്ത്, ആ പാലിൻ്റെ ഉമ്മ ഉണ്ടല്ലോ, അത് ഹിന്ദു മുസ്ലിം എന്തോ ആയിക്കോട്ടെ, വസൂലു ലബന് ആദമീയത്തിൻ്റെ ഫത്തുൽ മുഈനിൽ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ മുസ്ലിം മകൻ അഫ്ദലാണ്, അത് വേറെ കാര്യമാണ്.
മുസ്ലിമാകുമ്പോൾ തന്നെ പിന്നെ താരിഖ് സ്വലാത്താകാൻ പാടില്ല, പിന്നെ ബദയാത്ത് ഉണ്ടാകാൻ പാടില്ല, ഫാസിക്കാകാൻ പാടില്ല, അതെല്ലാം ബാധിക്കും. ആ കുട്ടിക്ക് ഇനി സ്വഭാവം വരും. കുടിക്കുന്ന 2 വയസ്സിൽ മേലുള്ള ആൾ കുടിച്ചാൽ ആവില്ല. ഇനി ആ ഉമ്മയുള്ള ബന്ധം നോക്കേണ്ടത്, ആ ഉമ്മക്ക് ഏതെല്ലാം കെയർ ഓഫിൽ മക്കളോ ഉണ്ടോ ആ കൂട്ടത്തിൽ ഇവൻ നിങ്ങളുടെ എറിയെന്ന് വെച്ചോളാം. എന്നിട്ടോ ഇത് ആ ഉമ്മക്ക് ഇപ്പൊ 5 മക്കളുണ്ടെങ്കിൽ 6ാമത്തെ കുട്ടിനെ കൂടെ കിട്ടിയെന്ന് ആ 10 പെണ്ണുങ്ങളെ അങ്ങനെ തന്നെ തൊട്ടൊന്നും മുറിയില്ല. ആ ഉമ്മാരെ അനിയത്തി ഇളയമ്മയും കാലത്ത് ആ ഉമ്മാന്റെ ആങ്ങള ഇവന്റെ ആരാകും, കാരണവരാകും. ഇനി അങ്ങനെ ഇങ്ങോട്ട് പറയാം, ഈ കുട്ടിയും കുട്ടിന്റെ കുട്ടിയിൽ നിന്ന് ഫറയിലേക്കേ പോവുള്ളൂ, കുട്ടിന്റെ ജ്യേഷ്ഠന്മാരിലേക്ക് പോകില്ല. കുട്ടിയും കുട്ടിന്റെ ഫറവും وينتشر التحريم من موضع إلى فصول والحواشي من الوسط. وينتشر التحريم من مرضع ആരാണ് മല കൊടുത്ത ഉമ്മ, ഇലാ ഉസൂലിൻ ഉമ്മാന്റെ ഉസൂലിലേക്ക്, ഉസൂലിൻ എന്ന ഉമ്മാന്റെ വേറെ കുറേ മക്കളിലേക്കും പോയി. വൽ ഹവാഷി എന്ന് പറഞ്ഞാൽ ഇടയിൽ നിന്നുള്ള ജ്യേഷ്ഠ സഹോദരന്മാരുണ്ടാവുമല്ലോ, അമാമ് അഖ്വാല് പോലെ. വമിമ്മൻ ലഹു ദർറുൻ ഇലാ ഹാദിഹി, ഈ പാലിൻ്റെ ഉടമ ഉണ്ടല്ലോ, ആ പാലിൻ്റെ ഉടമയായ ഭർത്താവ് ഈ പറയപ്പെട്ട 3ലേക്ക് പോകും. ഉസൂലിലേക്കും പോകും, വസ്ലിലേക്കും പോകും. അപ്പോൾ ഈ പാലുള്ള ഉപ്പാന്റെ സഹോദരൻ ഇവന്റെ ഇളയപ്പിയെ മനസ്സിലാകുന്നില്ല. ഇനി وممن له ضر إلى هذه ومن رضيع إلى من كان من فرعه فقط. ഈ മുല കുടിച്ച കുട്ടിയുണ്ടല്ലോ, ആ കുട്ടിൻ്റെ ഫറയിൻ്റെ നല്ലോണം പോകും. ഈ കുട്ടിൻ്റെ ജ്യേഷ്ഠന്മാർ ഇവർക്ക് പാൽ കുടിച്ചില്ല, ആവശ്യമില്ല. ആ മക്കൾക്ക് അതിനോടാവും. അതായത് സാധാരണ ബന്ധത്തിൽ എന്താണ് ആ ഉമ്മാന്റെ ഭാഗത്തോ അതുപോലെ തന്നെ വരും. ഇനി ആ ഉമ്മാക്ക് മുല കൊടുത്തൊരു ഉമ്മ ഉണ്ടെങ്കിൽ മുലകൂടി ബന്ധത്തിലുള്ള ഉമ്മ അമ്മയായിട്ട് മാറും. ആ ഉമ്മാക്ക് പ്രസവിച്ചതും ആകാം, മുല കൊടുത്തതും ആകാമല്ലോ, അങ്ങനെ കൊണ്ട് പോകും. ഭർത്താവിന് ആ പാലിൻ്റെ ഉടമയാണോ അല്ല പുതിയ ഭർത്താവ് വന്നണോ എന്ന് നോക്കണം. പാലിൻ്റെ ഉടമക്ക് ഇവേ ബന്ധം ഉണ്ടാവും. അതുകൊണ്ടല്ല വമിമ്മൻ ലഹു ദർറുൻ, ആ പാലിൻ്റെ ഉടമ എന്ന് പറഞ്ഞാൽ ആദ്യം ഭർത്താവിൽ നിന്ന് പാലുണ്ടായി, ആ മരിച്ചിട്ടോ പിരിഞ്ഞിട്ടോ എന്താക്കി പുതിയൊരു ഭർത്താവിനെ കിട്ടും. പിന്നെ അത് കയറി വന്ന ഭർത്താവിന് മറുപടി വന്നിട്ടുണ്ടാവില്ല, അയാളെ പാല് കുടിച്ചിട്ടില്ലല്ലോ. അത് ഒപ്പിയിട്ട് നോക്കും. പക്ഷേ സ്വത്തവകാശം ഉണ്ടാവില്ല, നിക്കാഹ് കെട്ടിക്കാനുള്ള അധികാരം ഉണ്ടാവില്ല. അഹ്കാം പലതില്ലേ. ഞാൻ നല്ലോണം വിശാലമായിട്ട് വരുന്നവരുണ്ടല്ലോ ഇനി. അല്ല അള്ളാഹു തആലയാക്കുന്നു. അതല്ല ഹലീമ ബീബിന്റെ മോള് ആരായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലേ, ഷൈമ ബീബി. മനസ്ഥാനത്ത് ആമിന ബീബിന്റെ പകരം നിന്ന് ആര്, ഹലീമ ബീബി. ബീബിമാർ വേറെയുണ്ട്, കുറേ ആൾ മുല കൊടുക്കുന്നില്ല. ആമിന ബീബിക്ക് പുറമെ സുഹൈബത്തുൽ അസ്ലമിയ കൊടുത്തിട്ടുണ്ടായിനി. അപ്പൊ ഹംസത്ത് റളിയല്ലാഹു അൻഹു മുലകൂടി ബന്ധത്തിലുള്ള സഹോദരനാണ് നബിതങ്ങൾക്ക്. ഒരു നിലക്ക് പറഞ്ഞാൽ ഉപ്പാന്റെ ജ്യേഷ്ഠനാണ്. സുഹൈബത്തുൽ അസ്ലമിയാന്റെ മുല ആര് കുടിച്ചിട്ടുണ്ട്? ഹംസത്ത് റളിയല്ലാഹു അൻഹു കുടിച്ചിട്ടുണ്ട്. അപ്പൊ മുലകൂടി ബന്ധത്തിലുള്ള ഉമ്മയെന്നായ സുഹൈബത്ത്. അപ്പൊ സഹോദരനായി. അതൊക്കെ എഴുതി വെക്കണം എന്നല്ല പറയുന്നത്. അല്ലെങ്കിൽ എന്താക്കും, ചിലപ്പം വലിയവനെ പുയ്യാപ്പടി എടുത്താക്കുമ്പോൾ ചിലപ്പോൾ സഹോദരനെ എനിക്കുണ്ടായിരുന്നു.
മരുവനെ പുയ്യാപ്പിളേക്ക് എടുക്കുമോ? പങ്ങളവന്ന് ചിലപ്പോൾ എന്താക്കും, മുല കുടിച്ചിട്ടുണ്ടെങ്കിൽ ആ മെരുവാൻ എന്നുള്ള ബന്ധത്തിൻ്റെ ഏറ്റവും അടുത്ത ബന്ധത്തിലേക്ക് കൊടുക്കും. ആങ്ങള എന്നുള്ള ബന്ധം എന്തായിന്നറിയോ? ആങ്ങളുടെ മോനല്ലേ ഇത്. അത് ആങ്ങള മുലകുടി ബന്ധത്തിലുള്ള സഹോദരനായിട്ട് മാറുമ്പോൾ, അതായത് കാരണോട് എന്നുള്ള ബന്ധത്തിൽ നിന്ന് അവിടെ കയറി കൊടുക്കും. അപ്പം അത് മനസ്സിലായില്ലേ? അപ്പം ലാ ഇസ്മ അലൈക്കും ഫിൽ ഇസ്തിർമാർ, മുലകുടി ബന്ധം സ്ഥാപിക്കുന്നതിൽ എന്തില്ല, ഇസ്മില്ല. വഫീഹി ദലാലത്തുൻ അലാ അന്ന ലിൽ അബി അൻ യസ്തർദിഅ ലിൽ വലദി, അവൻ്റെ കുട്ടിക്ക് വേണ്ടിയിട്ട് മുല കൊടുക്കാനുള്ള ഒരു ഉമ്മാനെ തേടൽ അനുവദനീയമാണ് അല്ലേ? അന്നേരം ഇവിടെ ഉള്ള പോലോ വയംന അൽ ഉമ്മ മിനൽ ഇർളായി, ഇർളാഹിനെ തൊട്ട് ഉമ്മാനെ തടയുകയും ചെയ്യാം. നീ കൊടുക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞ രണ്ടാളും കൊടുത്താൽ രണ്ടാൾക്കും ബന്ധം ഉണ്ടെങ്കിൽ. ഇതാ സല്ലംതും, നിങ്ങൾ ഏൽപ്പിച്ചു കൊടുത്താൽ അടുത്തേക്ക്, ഇനൽ മറാദിയെ മുല കൊടുക്കുന്ന ഉമ്മാക്ക്, മാ തൈത്തും നിങ്ങൾ കൊടുക്കുന്നതെന്ന് മഴക്കോട് കൂടിയിട്ട്, എന്നുവെച്ചാലോ അത് അഡ്വാൻസ് ആയിട്ട് കൊടുക്കണമെന്നല്ല ഈ ആയത്തുകൊണ്ട് വരിക. അഡ്വാൻസ് ആയിട്ട് ഫീസ് കൊടുക്കണമെന്നല്ല ഇതുകൊണ്ട് വന്നത്. ഇതാ സല്ലംതും മാ ആതൈത്തും ബിൽ മഅറൂഫ്, മഅറൂഫ് ബിൽ മഅറൂഫിന് താലൂക്കടുത്തേക്ക് സല്ലംതുലേക്ക് ആ പെണ്ണുങ്ങൾക്ക് കൊടുക്കാനുള്ള ചെലവ് കൊടുക്കണ്ടേപ്പാ. ഒരു പാത്തുമാനം കൊണ്ടാന്ന് മുല കൊടുക്കുമ്പോൾ ഇതാ സല്ലംതും, നിങ്ങൾ തസ്ലീമ് ചെയ്ത് കൊടുത്താൽ, മാ ആത്തൈ നിങ്ങൾ കൊടുത്തൊന്ന്, എന്താന്ന് നഫക്കയോ പൈസയോ ശമ്പളമോ മഅറൂഫായിട്ട് കൊടുത്ത്. അപ്പം പൈസ ആദ്യം കൊടുക്കണമെന്നല്ല ഇതുകൊണ്ട് കിട്ടിയത്. എന്തെങ്കിലും ചിന്തിച്ചോണ്ട് അഡ്വാൻസ് ആയിട്ട് ആദ്യം കാലക്കൂട്ടി പൈസ കൊടുക്കണമെന്നേ. ഈ മറ്റേ രജിസ്റ്റർ നോട്ടിൽ കയറുന്ന പോലെ ടിക്കറ്റ് ആദ്യം വാങ്ങിയത് നശിപ്പിക്കണമെന്നല്ല ഇപ്പം വന്നത്. അതിനെപ്പറ്റി മുമ്പ് പറയും. നിങ്ങൾ പാല് കുടിച്ചതിന് ശേഷം അടുത്ത ഒന്നാം തീയതി തരാമെന്ന് അങ്ങനെ പറഞ്ഞുകൂടായിരുന്നു. ഈ വാക്കിൻ്റെ ലാഹിർ എന്താണ്? പൈസ ആദ്യം കാലക്കൂട്ടി കൊടുക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതാ ബിൽ വജ്ഹിൽ മുതആറഫിൽ മുസ്തഹസനി ശറഅൻ, അതാ ബിൽ മഅറൂഫ്, ശറഇൽ അംഗീകരിക്കാവുന്ന രീതിയിൽ. അതായത് പ്രത്യേകമായ ഒരു നിശ്ചയം വെക്കാൻ ഞാൻ എന്താക്കണം, അക്കലും ശറഅൻ കൂടി എന്താ വ്യതികൽപ്പിക്കുന്നു, ഇഫ്റാത്തായിട്ടുണ്ടോ തഫരീത്തായിട്ടുണ്ടോ. ഇതെല്ലാം നമ്മുടെ സംഘ ഇവിടെ പറയുന്നത് വലൈസ തസ്ലീമു ബിശർത്തിൽ ലിസ്സിഹത്തി വൽ ജവാസ്, മുല കുടിക്കാനുള്ള ഉമ്മാനെ തേടാൻ പോക്ക് സഹീഹാവാനോ അനുവദിക്കപ്പെടാനോ ഷർത്തല്ല ആലെ കുട്ടി പൈസ കൊടുക്കല്. അതിനെ പറയുന്ന ആയത്തിന്റെ ലാഹിർ അങ്ങനെ കിട്ടുന്നത്. ബൽഹുവ നദ്ബുൻ ഇലാ മാ ഹുവൽ അൽയഖു വൽ ഔല, ഏറ്റവും അല്യക്കും ഔലയുമായ ഒരു കാര്യത്തിലേക്കുള്ള നദ്ബാണ് ഈ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതെന്നെ എന്താക്കി പോയി. അതുകൊണ്ട് ഫൈനൽ മറാദിയ ഇദാ അഅതൈന മാ ഖുദ്റ ലഹുന്ന നാജിസൻ, ഈ മുല കൊടുക്കുന്ന പെണ്ണുങ്ങന്മാർക്ക് നൽകപ്പെട്ട് ഇദാഅതൈന മാ ഖുദ്റ ലഹുന്ന, അവർക്ക് നിശ്ചയിക്കപ്പെട്ട നാജിസൻ അഡ്വാൻസ് ആയിട്ട് കൊടുത്താൽ കാന ദാലിക അദ്ഖല ഫീ ഇസ്ലാഹി ശുഊനിൽ അത്ഫാൽ, കുഞ്ഞുങ്ങളെ നോക്കുന്ന വിഷയത്തിൽ നല്ല ശ്രദ്ധ ഉണ്ടാകും. പൈസ അധികം വാങ്ങിപ്പോയില്ലേ. ഹോട്ടലിൽ കയറിയാൽ തന്നെയാണെന്നില്ല, എന്തെങ്കിലും അയിമ്പുണ്ടെങ്കിൽ ഒരിടത്തുള്ള പോയിട്ട് മാറ്റിയില്ലേ, കാരണം പൈസ ആദ്യം കൊടുത്തു കഴിഞ്ഞു. അല്ലെങ്കിൽ ഇവനിക്ക് പോലെ ചോറ് കൊണ്ടിടാൻ വേണ്ടി തിരിഞ്ഞു പോയപ്പോഴേ, അപ്പം ഇവന് ചോറും പോയി പൈസ കിട്ടണ്ടോ ഇല്ലേ. അപ്പം അഡ്വാൻസ് ഷർത്തല്ല എന്ന് പറയുന്നത്. പക്ഷെ കൊടുക്കുന്നതിൻ്റെ അല്യക്കായ ഒരു രൂപം പറഞ്ഞു. എന്തോ നിങ്ങൾക്ക് ഒരു മനസ്സ് വളർത്താൻ തോന്നിയോ? അതെ. വത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിൻ്റെ തഖ്വ ചെയ്യണം. ഫീ ശഅനി മുറാഅത്തിൽ അഹ്കാമി, അഹ്കാമുകളെ പരിഗണിക്കുന്ന വിഷയത്തിൽ. ഫീ അംരിൽ അത്ഫാലി, കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ. അതുപോലെ വൽ മറാദി, അത് രണ്ടാമത്തെ മസല, മറാദിന് കൊടുക്കേണ്ട വിഷയത്തിലും. വഅലമൂ അന്നല്ലാഹ ബിമാ തഅമലൂന ബസീർ, നിങ്ങൾ എന്താണോ പ്രവർത്തിക്കുന്നത് അത് അല്ലാഹു തആല അറിയും, അല്ല കാണും എന്നുള്ളത് നിങ്ങൾ അറിയണം.
അപ്പോൾ ഫൈജാസിക്കും ഇദാലിക അതനുസരിച്ച് അല്ലാഹു തആല പ്രതിഫലം നൽകും. വഫീഹി മിനൽ വഈദി വത്തഹ്ദീദി മാ ലാ യഖ്ഫാ. ഒരു താക്കീത് അറിയിക്കൽ എന്നുള്ളത് വളരെ എല്ലാവർക്കും വ്യക്തമാകുന്ന രീതിയുണ്ട്. അത് ഇതുമായിട്ട് വന്നില്ലല്ലോ. അത് പിന്നെ വേറെ ചർച്ച ചെയ്യേണ്ട വിഷയം. അത് മറുപടിയായിട്ട് അതിന് തോന്നുന്നില്ലല്ലോ. അതിനല്ലേ ഇപ്പം 80 ആളുള്ളത്. ഇപ്പം അപ്പുറമായിട്ട് കൊമ്പ് കുത്തുന്ന എന്തിനാന്ന് അതെല്ലാം ചർച്ച ചെയ്യാതാ. വോട്ടാക്കി കൊടുക്കണം ചർച്ച. അത് രാഷ്ട്രീയക്കാർ തീരുമാനിച്ചിട്ട് ഇപ്പം വോട്ട് ബാങ്കായിട്ട് മാറിപ്പോയി. ഇനി ആളെ ചർച്ച ചെയ്താൽ ചർച്ച എത്തുമോ? അപ്പോൾ ഒരാളപ്പത്തേക്ക് പൊട്ടുന്നുണ്ടോ, ഒരാളപ്പത്തേക്ക് തെറിക്കുന്നുണ്ടാവും. സ്പീക്കറിൻ്റെ വിഷയം തന്നെയല്ലേ, പൊട്ടിത്തെറിച്ചിട്ട് ചിന്ന പിന്നെ പോലെ. പിന്നെ സിനിമയാക്കുമ്പോൾ അയാൾ പറയണോ വരണ്ടെന്ന് അതും ചിന്ന പിന്നെ പോലെ. പിന്നെ പിന്നെ അവിടെ ഉമ്മ പറഞ്ഞ മാതിരിയൊക്കെ ഞാൻ മോന്ന് പറയുമ്പോൾ ആക്കിക്കുറുക്കാൻ പറഞ്ഞു. അപ്പം പിന്നെ എന്താക്കുക, എപ്പോ 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 എന്ന് മനസ്സിലാവും ചോദിക്കും. ഇപ്പോൾ കാലമായി. നമ്മളിപ്പോൾ ഇറക്കുള്ള എത്ര ബന്ധുക്കളെല്ലാം മറുപടി വന്നത്. എനിക്ക് മറുപടി ബന്ധത്തിൽ 100 ചില്ലാണ്ട് മക്കളുണ്ട്. അതാ ഞാൻ ഇന്നലെയും കൂടെ പറഞ്ഞില്ല. അത് എൻ്റെ ജ്യേഷ്ഠത്തിൻ്റെ മോളെ ഭർത്താവാണ്. അതോടൊപ്പം എൻ്റെ മലയോട് ബന്ധത്തിലുള്ള റൊണായിൻ്റെ മോള് വന്നു. അപ്പോൾ അന്നൽക്കുന്നത് ഞാൻ മോചനാണ്. ഇവരെല്ലാം പരസ്പരം കാണാവുന്നതും ബന്ധപ്പെടാവുന്ന രീതിയിലാണ് എല്ലാം മറുപടി വന്നിട്ടുണ്ടാക്കിയത്. റാബിയും മുനീറും എങ്ങനെയാണ് മലയോട് ബന്ധത്തിലുള്ള സഹോദരന്മാരാണ്. ശരിക്കും ഞാനും മുനീറും വേണ്ടതും മെരുവനല്ലേ. മെരുവനല്ല, അത് വിചാരം മല കുടിച്ചു. ഉമ്മാക്കന്ന് സുഖയിലേക്ക് 5 വട്ടം കുടിച്ചാൽ തീർന്നില്ലെന്ന്. അഞ്ച് തവണ അത് ഒറ്റ വട്ടം കറന്നെടുത്ത് കൊണ്ടാന്നിട്ട് 5 തവണ പാട്ടേഷായിട്ട് കൊടുത്താൽ നിൽക്കണം. പോലെ മുസ്തലിത്തം പേരി അത് ഇടപെട്ടിട്ടാണെങ്കിൽ പറ്റും. അതായത് വായിൽ വെച്ചിട്ട് കുടിച്ചിട്ട് മൊത്തത്തിൽ പിന്നെ തഫ്സീൽ വേണ്ടതാണ്. ഒരിക്കൽ കുടിച്ച് വായിൽ വെറുതെ വെച്ചിട്ട് എന്താക്കി കുറേ ഉറങ്ങി പിന്നെ രണ്ടാമത് കുടിച്ചാൽ 2 കണക്കൂട്ടും. ഇനി അതൊന്നില്ലേ. ഇനി ഭർത്താവ് മരണപ്പെട്ടു പോയാൽ 4 മാസം 10 ദിവസം ഇരിക്കണം എന്നാണ് അടുത്ത ആയത്തിൻ്റെ ഒട്ടാകെ മുടങ്ങുന്നത്. അപ്പോൾ വഫാത്തിൻ്റെ 2 തരത്തിലേ ഉണ്ടാവുള്ളൂ. അങ്ങനെ ഈ മരിച്ചുപോയ ഭർത്താവിൻ്റെ ഗർഭിണിയാണോ ആരെയെങ്കിൽ എപ്പോഴാണോ പ്രസവിക്കുന്നത് അതിനകത്ത് പറയാൻ കഴിയില്ല. ചിലപ്പം നാളെ പ്രസവിക്കുന്ന പെണ്ണാണെങ്കിൽ ഇന്ന് ഭർത്താവ് വെച്ച് ഒറ്റ ദിവസം കൊണ്ടെന്തായി ഇതായി. അല്ലെങ്കിൽ തുടക്കത്തിലാണെങ്കിൽ 9 മാസം 10 ദിവസം കാത്തിക്കണം. ഇനി ഗർഭിണിയല്ലേ എന്നാൽ കുറുക്ക് കൊണ്ടും നോക്കൂല, മാസം കൊണ്ടും നോക്കൂല, 4 മാസം 10 ദിവസം. അത് ദുഖൂൽ ഉണ്ടായാലും ശരി ഇല്ലെങ്കിലും ശരി. വല്ലദീന യുതവഫൗന മിൻകും, നിങ്ങളിൽ നിന്ന് മരിച്ചു പോകുന്ന ആളുകൾ. ആരാളാ പറയുന്നത്? ഭർത്താക്കന്മാരുണ്ടല്ല. അയ്യമൂതൂന വയുഖ്ബദു അർവാഹും ബിൽ മൗതി, മൗത്ത് കൊണ്ടോടെ റൂഹിനെ പിടിക്കപ്പെട്ടെന്ന് പറഞ്ഞു. വയദറൂന അസ്വാജൻ, അവർ അസ്വാജിനെ ഉപേക്ഷിച്ച് കൊണ്ടുപോവുകയാണ്. അയത്റുകൂന നിസാഅൻ മിൻ ബഅദിഹിം, ഇവർക്ക് ശേഷം നിസായിനെ ഉപേക്ഷിച്ച് കൊണ്ടുപോകുന്നു. വിധവകളുണ്ടാവും. വഹുവ ജംഉ സൗജിൻ, ഏത് അസ്വാജൻ എന്നുള്ളത്. അത് സൗജൻ എന്താക്കും? സൗജാത്ത് എന്ന് ജമ്മാക്കലുണ്ട്, അസ്വാജൻ എന്ന് ജമ്മാക്കലുണ്ട്. ഈ സൗജ് രണ്ടിനും പറ്റുന്നതന്നെ. അത് സൗജ് എന്നുള്ളത് ആണിനും പറയും പെണ്ണിനും പറയോ. പക്ഷെ ഫറാദിന്റെ ബാബിൽ സൗജ് സൗജത്ത് എന്ന് വേറെ പറയുന്നത് യോഹന് മാറിപ്പോന്നേക്കാണ്. അതിനൊരു ഐഡന്റിറ്റി കൊടുക്കാഞ്ഞാൽ ഈ ആണായ സൗജാണോ പെണ്ണാണോ സൗജാന്ന് ഓഹരിക്ക് അജ്മില് വ്യത്യാസം ഇതില്ലേ. സൗജന് 4-1 പകുതിയാണ് എന്ന് പറഞ്ഞു. ഏത് സൗജന്? ആണാന്നെങ്കിൽ
സൗജിന് നാലിലൊന്നെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എന്താക്കും പെണ്ണാണെങ്കിൽ നേരെ നിസ്ബയ്ക്ക് മാറൂലേ. അതുകൊണ്ട് എന്താക്കാം അവിടെ സൗജത്ത് നിന്ന് വേർതിരിക്കേണ്ടല്ലോ റൂറത്ത് വന്നത് കൊണ്ടാണ് സാ കൊടുക്കുന്നത്. അല്ലെങ്കിലോ സൗജ് എന്നുള്ളത് ആദം അലൈഹി സ്വലാമിനോട് എന്താ പറഞ്ഞത്? അന്ത സൗജുക്കൽ ജന്ന ഉസ്കുൻ അന്ത സൗജത്തുക്ക എന്ന് പറഞ്ഞു. ആ ഹബാബിക്ക് സൗജുക്കൽ ജന്ന വാസലഹന ലഹു സൗജഹു. സക്കറിയ അലൈഹിസ്സലാമിന്റെ ഭാര്യയെ പറ്റി എന്തോ ശാരീരികമായ എന്തോ വൈകല്യം ഉണ്ടായിരുന്നു, പ്രസവിക്കാത്ത. അപ്പോൾ ഡോക്ടർ കാർഡ് ചികിത്സിക്കും പോലെ മസ്ലഹന ലഹു സൗജഹു എന്നല്ലാണ്ടാണോ രണ്ടാം തമ്മിലുണ്ടായിട്ട് സുൽഹുണ്ടാക്കി മസ്ലഹത്തുണ്ടാക്കി എന്നല്ല. പ്രസവിക്കാനുള്ള തടസ്സമുണ്ടാകുന്ന എന്തോ ശാരീരികമായ കുഴപ്പത്തിനുണ്ടാക്കി ശരിയാക്കി കൊടുത്തു. അപ്പൊ ഇവിടെ സൗജ് ആണിന് പ്രയോഗിക്കുന്ന ജമ്മാണെങ്കിൽ എന്താക്കുന്നറിയോ? അസ്വാദ് ജമ്മാക്കും. പെണ്ണിനെ എന്താക്കും? സൗജാത്ത് എന്ന് ജമ്മാക്കും. ഇവിടെ അസ്വാദ് ഏതാണ്? പെണ്ണ്. നിങ്ങളിൽ നിന്ന് മരിച്ചുപോയി എന്നിട്ടോ പെണ്ണിനെ ഉപേക്ഷിച്ചു എന്നല്ലേ. അപ്പൊ സൗജത്തിന്റെ ജമ്മായിട്ടാണ് ഇവിടെ അസ്വാജ് വന്നത്. അപ്പൊ വൈജ്മഉ അസ്വാദൻ അലാ വത്തി തദ്കീർ. തദ്കീറിന്റെ ലോകത്ത് പ്രകാരം അസ്വാദ് ജമ്മാക്കാം. സൗജാത്തിന് അലാ ലോകത്തിൽ തനീസ് പ്രകാരം സൗജാത്ത് എന്നും ജമ്മാക്കാം. ചുരുക്കത്തിൽ നിങ്ങൾ ആണുങ്ങളെ കൂട്ടത്തിന് മരിച്ചുപോയി, പിന്നെ ഭാര്യമാരുടെ ബാക്കിയുണ്ട്. എന്നാ എന്ത് വേണം? യതറബ്ബസ്ന, അവര് കാത്തിരിക്കണം എന്നാ പറഞ്ഞു. കാത്തിരിക്കുന്നു ഇന്ന് നേരത്തെ പറഞ്ഞ മാതിരി ലഫ്ള് ഖബറാണെങ്കിലും മാന ഇൻഷാണ്. കാത്തിരിക്കണം എന്ന അമ്രാ പറയുന്നത്. അമ്രുൻ നഹീം ഇൻഷാ ആണ്. ബിഅൻഫുസിഹിന്ന അൻ യജ്അൽനഹാ മുതറബ്ബിസതൻ മുൻതളിറതൻ ബഅദ മൗതിഹിം. ഭർത്താക്കന്മാർ മരിച്ചതിന് ശേഷം ഇന്തിലാർ ചെയ്തിട്ട് ഇങ്ങനെ കാത്തിരിക്കും. ഇത് 4 അശ്വരും ഭാഷ 4 മാസവും 10 ദിവസവും. മാസത്തിന്റെ തുടക്കത്തിലാണെങ്കിൽ ചിലപ്പോൾ 29 തീരും. ഒരേ മാസം 29 ഒത്തുവന്നാൽ. ഇനി ഇടക്കെന്ന് പറഞ്ഞാണെങ്കിൽ ആ പൊട്ടിയ മാസം എന്താക്കണം? 30 പൂർത്തിയാക്കണം. വാശരൻ ഒരു +10 കണ്ടോ? ഐ ഫീ തിൽക്കൽ മുദ്ദ, ആ മുദ്ദത്തിലാണ് കാത്തിക്കുന്നത്. അപ്പൊ ഫലായതസവ്വജിന ഇലൻഖിളാഇൽ ഇദ്ദ, ഇദ്ദ കഴിയുന്നത് വരെ പുതിയ ഒരു പുനർവിവാഹം പാടില്ല. വഖൗലുഹു വഅശ്റൻ എന്ന് പറഞ്ഞാൽ ഐ അശ്റത അയ്യാൻ, 10 ദിവസം, 4 മാസവും 10 ദിവസമോ എന്ന അർത്ഥം. അതെന്തിനാ? വലഅല്ലൽ ഹിക്മത ഫീ തഖ്ദീരിഹി ഇദ്ദത്തുൽ വഫാത്തി, വഫാത്തിന്റെ ഇദ്ദ കണക്കാക്കുന്ന വിഷയത്തിലുള്ള ഹിക്മത്ത് എന്താ? ബിഅർബഅത്തി അശ്ഹുരിൻ വഅശ്രിൻ, 4 മാസം 10 ദിവസം എന്ന്. അന്നൽ ജനീന യതഹറകു ലി4 അശ്ഹുരിൻ, 4 മാസം വന്നാലേ റൂഹൂദി കൊണ്ടെന്താക്കും? ചലിക്കും. അപ്പൊ 4 മാസമില്ലേ? അതുകൊണ്ട് എന്തായിരുന്നോ? ഫഅതുബിറ അഖ്സൽ അജലൈൻ, അതിന്റെ 2 അജലിൽ നിന്നുള്ള ഏറ്റവും മേലെയുള്ള അതിൽ കൂടുതൽ വീഴ്ച. വസീദ അലൈഹിൽ അക്ഷരത്തിൻ്റെ കൂട്ടി എഴുതി സൂക്ഷ്മതയ്ക്ക് വേണ്ടിയിട്ട് തൂക്കി കൊടുത്തിട്ടുണ്ടല്ലോ. ഒരു വഴിയിടല്, ഒരു പ്ലസ്. അതിന് ഇസ്തിൽഹാറൻ, ഒന്ന് നല്ലോണം വെളിവായിക്കോട്ടെ. ആ ഇസ്തിആനത്തൻ ബിതിൽക്കൽ സിയാദത്തി അലൽ ഇൽമി ബിഫറാഖിർ റഹിം, റഹിം ഫറാഖായി എന്ന് ഉറപ്പ് വരുത്താനുള്ളതാണ് ഒരു 10 ദിവസം കൂടെ കൂട്ടുന്നത്. അതിന് ഗർഭാശയത്തിൽ വല്ലതും ഉണ്ടെങ്കിൽ പിന്നെ പ്രസവിക്കണം, കാത്തിക്കും വേണം. 2 വകുപ്പ് എവിടെ ഉള്ളൂ? ഒന്നിക്ക് 4 മാസം 10 ദിവസം, അല്ലെങ്കിലോ ഔലാത്തുൽ അഹ്മാലി അജലഹുന്ന അൻയദഅന ഹംലഹുന്ന. ഈ വഫാത്ത് അല്ലാത്ത ഇദ്ദയിലുണ്ടാകും. ഒന്നെങ്കിൽ വളുഉൽ ഹംലുണ്ടാകും, അല്ലെങ്കിൽ ഖുർആൻ ഉണ്ടാകും, അല്ലെങ്കിൽ എന്തുണ്ടാകും? 3 മാസം ഉണ്ടാകും. 3 ഇഹ്തിമാറായിട്ടുണ്ടല്ലോ. ഇല്ല, അത് തഅബ്ബുദി. അതിനെ തഅബ്ബുദി എന്ന് പറയുന്നത്. ഇനി വേറെ എന്തെങ്കിലും ബേക്കിയെ കൂടി റഹിം ഖാലിയാണ് എന്ന് അറിഞ്ഞാലും മറ്റേ യുദ്ധ ഒഴിവാവില്ലല്ലോ, ഖുർആന്റെ യുദ്ധ ഒഴിവാവില്ലല്ലോ. ഇനി ഒറ്റ കുറവുകൊണ്ട് തന്നെ തിരിയില്ലേ? ചിലപ്പോൾ ഗർഭാശയത്തിലൊന്നുമില്ല, പിന്നെ എന്തിനാ 300? അത് ശറഈന്റെ പപ്പാന്ന്. അതിന് എന്താന്ന് ചോദ്യം അള്ളാഹിനോട് ചോദിച്ചില്ല. അത് ഞാൻ അറിയാം. നിങ്ങൾ അള്ളാഹു യുദ്ധം കഴിയണല്ലോ.
മഹല്ലിൽ ഓൻ ദുഹൂലാക്കിയതിന് ശേഷം തലാഖും ചൊല്ലി ഫിറാഖായതിന് ശേഷം അതിൻ്റെ യുദ്ധം കഴിഞ്ഞിട്ടല്ലേ വിട്ടുള്ളൂ. അതിൻ്റെ യുദ്ധം കഴിയണം. ഇല്ല പറയുന്നുണ്ടല്ലോ. അത് വ്യക്തമായിട്ടാണോ അല്ല കിനായത്താണോ അല്ല വിഷയങ്ങൾ പറയും. മുലാജുനാഹ മുതൽ പറയും ഖിത്മത്തിൻ നിസാവ്. ഇതിൻ്റെ കാലയളവ് ശരീ ഏതായാലും പറ്റില്ല എന്നല്ലേ പറഞ്ഞു. അതെ ഉണ്ട്. അല്ലെങ്കിൽ യുദ്ധം കഴിഞ്ഞിട്ടാകുമ്പോൾ നമുക്കെല്ലാം അറിയിക്കണേന്ന് പറഞ്ഞെങ്കിൽ അത് പറയുന്നുണ്ട്. ഇപ്പോൾ ഫത്തൽമെല്ലാം വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പോട്ട് അവർക്ക് പറയപ്പെട്ട അജല് എത്തിക്കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാലോ ഇൻകലത്ത് ഇദ്ദത്തുഹുന്ന അവരുടെ ഇദ്ദ കഴിഞ്ഞു എന്നർത്ഥം. ഫല ജുനാഹ അലൈക്കും നിങ്ങൾക്ക് തെറ്റില്ല. ഈ അലൈക്കും എന്നുള്ള ഖിതാബ് ആരോടാണ്? ഒന്നെ അത് കേൾക്കാൻ ആള് വേണ്ടേ? മുഖാത്തബ് വേണോ? അൽ ഖിതാബുലിൽ ഹുക്കാമി ഒന്നുകിൽ ഹാക്കിമീങ്ങളോടാകും. എന്തുകൊണ്ട് ഇങ്ങനെ കഴിഞ്ഞിട്ടുണ്ട്, ഇനി മകനം കഴിക്കാൻ പറ്റുമെന്നല്ലോ അവളോട് ചോദിച്ചാൽ എല്ലാ ഹാക്കിമാരാന്ന് ഈ വിഷയത്തിലുള്ള കാതിയാർക്ക്. എല്ലാ കാതിയാർക്കൊക്കെ മസാല അറിയുമെന്ന് പറയാൻ കഴിയില്ല. ഒരാൾക്ക് തൊപ്പിയിടലും ബറാക്ക് തൂക്കി കൊടുക്കില്ല. മുസ്ലിമീന മുസ്ലിമീങ്ങൾപ്പെട്ട സാലിഹ്യങ്ങളും എന്തുകൊണ്ട് ഇദ്ദന്റെ മുദ്ദത്തിലായിക്കൊണ്ട് അവർ മകനെ കഴിച്ചാൽ അത് തടയേണ്ട അവകാശമായിരിക്കുന്ന ഹാക്കിമികളൊന്നും തടയണം. മകളെ ശരിയാവൂല. വസയ്യന് സാധിക്കുന്നില്ല നോക്കാം. വസിയാരാന്ന്? ഒരാൾ മരിക്കുന്ന അവസരത്തിൽ കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ച വസയ്യ്. സുൽത്താനോട് ഒരു സഹായം തരണം. ഞാൻ പറഞ്ഞിട്ട് കൂട്ടാക്കുന്നില്ല, നിങ്ങൾ ഇടപെടണമെന്നുണ്ട്. അവരുടെ ആ സ്ത്രീകളുടെ നഫ്സിൽ അവർ പ്രവർത്തിച്ച ഒന്നിൽ തെറ്റില്ല. എന്താണ്? ഭംഗിയായി വസ്ത്രം ധരിച്ചിട്ട് ഖിത്ബത്ത് പറയുന്ന ആളുടെ മുമ്പിൽ അതിന് മറുപടി പറയാനൊക്കെ കഴിഞ്ഞാൽ യുദ്ധ കഴിഞ്ഞിട്ടാൻ പറ്റും. അതന്നെ ബിൽമാറൂഫ്. വല്ലാണ്ട് അഴിഞ്ഞാടാൻ പാടില്ല. വന്നാൽ ഉത്തരം കിട്ടാത്ത രീതിയിൽ മടങ്ങാനും പാടില്ല. മാറൂഫ് എല്ലാത്തിനും ബിൽമാറൂഫ്. വിരോധിക്കാത്ത രീതിയിലുള്ള ആ വജ്ഹുമായിട്ട് എന്താകണം? ബന്ധപ്പെടണം. വല്ലാഹു ബിമാ തഅമലൂന ഖബീർ ഫയുജാസികും അലൈഹി ഫലാ തഅമലൂ ഖിലാഫ മാ ഉമിർതും ബിഹി. അത് മുമ്പ് പറഞ്ഞ അന്നല്ലാഹു ബിമാ തഅമലൂന ബസീർ എന്ന് പറഞ്ഞതിന് പകരം എന്തായി? ഖബീർ എന്ന് പറഞ്ഞു. ഇനി വഅലം അന്നൽ മുറാദ ബിത്തറബ്ബുസി. ഇവിടെ തറബ്ബസ്നാന തറബ്ബുസ് എന്താണ്? ഇങ്ങനെ ഇരിക്കലെന്നാണ്. ഈ മറയിലിരിക്കുന്ന പറഞ്ഞാൽ ഇരിക്കൽ തന്നെ വയനോടിച്ചിട്ടുണ്ട്. ഒരു റൂം ഉണ്ടാക്കിയിട്ട് അതിൽ ഓക്സിജൻ കിടക്കുന്ന ദ്വാരങ്ങളൊക്കെ എല്ലാം കുത്തി അടച്ചിട്ട് ഇങ്ങനെ ഇരിക്കുക. ഇത്തലും ഉണ്ട്. പിന്നെ വലിയ തീക്കാൻ വേണ്ടി ഒരാൾ പോകണോ? ഇഷ്ടപ്പെടാക്കിയിട്ട് അയാൾ കൈ കുടിച്ചിട്ട് വരണം. തറബുസിന്റെ മാന എന്താണ്? അല്ലിംതിനാഉ അനിൻ നിക്കാഹ്. നിക്കാഹിനൊക്കെ തടയുക. എങ്ങനെ ആലോചന വന്നാലും ഒന്നും ആയിട്ടില്ല. വൽഇംതിനാഉ അനിൽ ഖുറൂജ് മിനൽ മൻസിൽ. മൻസിലിൽ നിന്ന് പുറത്തു പോകുന്ന തൊട്ട് ഇംതിനാഅ്. കണ്ടില്ലേ? വൽഇംതിനാഉ അനി തസയ്യുനി. തസയ്യുനെ തൊട്ടുള്ള ഇംതിനാഅ്. ഒരിക്കലുന്നുണ്ട് പ്രത്യേക ഇരുത്തൊന്നുമില്ല. എന്നാ പറഞ്ഞത്? ആദ്യം തല തൊടുക, എന്നിട്ട് തലയിൽ എണ്ണ തേക്കുന്ന, പിന്നെ കണ്ണ് തൊടുക. ഭംഗിക്ക് വേണ്ടി കണ്ണിൽ സുറുമടല്, രോഗത്തിന് വേണ്ടിയിട്ടാ. രോഗത്തിന് വേണ്ടി തലി തേക്കാം. പിന്നെ ഇങ്ങനെയാക്കാം. ഇത് ആവരണങ്ങൾ, പിന്നെ ചമയലി. 5 പഥ്യോ ഈ കഷായം കുടിക്കുമ്പോൾ വേണ്ടുന്നത് 5 പഥ്യ വേണ്ടി. ഓരോ കഷായത്തിന് ഓരോ പഥ്യങ്ങളല്ലേ. ഒരു തരീക്കത്തിൽ ചേർന്ന അപ്പുറം ചേർത്തിന് പോയിക്കൂടാന്ന് അതൊരു കഷായ പഥ്യം. ഒരു ശേഖന്റെ മാത്രം മനാക്കിബുകൾ വായിക്കാൻ പാടില്ല. അന്നേരം എന്താക്കും? ഇയാൾ നമ്മുടെ ശേഖനാണ് ഭയങ്കര പോട്ടി ഭയങ്കര പൊട്ടനാണ്. ഇപ്പം ഇത്രയും ഉറപ്പുള്ളൂ. ഇനി
അപ്പൊ ഇവന്റെ വീടിനെ മറ്റേ വീടിനൊക്കെ കുറച്ച് ആവരണം അധികമുണ്ട്, സമയം അധികമുണ്ടെന്ന് കണ്ടാൽ ഇപ്പത്തന്നെ കൂടി പോയി അതെനിക്ക് തന്നിപ്പത് എല്ലാത്തിനും വേണ്ടേ ഒരു അക്കലിയോ ഒരു നക്കലിയോ ആയ ബേസ്മെന്റ്. ഇവന് ഫാത്തുമാനൊക്കെയായത് ഇത് പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ വേറെ കുഞ്ഞലിമാനെ കണ്ട് അതിനെ കാണാൻ നല്ല ഭംഗിയുണ്ടെന്നും നല്ല ആവരണം ധരിച്ചിട്ടുണ്ടെന്നും അസ്ഥാനത്തോടു കൂടി എന്തായി ഫാത്തുമാനെ നിലനിർത്തുന്നത്. നോക്കായി ഇംതിനാഉ നിക്കാഹ്, ഇംതിനാഉൽ ഖുറൂജ്, ഇംതിനാഉ തസയ്യുന് മൂന്നില്ലേ. അമ്മൽ ഇംതിനാഉ അനിൻ നിക്കാഹി ഫമുജ്മഉൻ അലൈഹി, നിക്കാഹിനെ തൊട്ട് മുംതനിയാണ് എന്നുള്ളത് ഇജ്മാഅ് ദലീല്. വഅമ്മൽ ഇംതിനാഉ അനിൽ ഖുറൂജ് മിനൽ മൻസിലി, മൻസിലിൽ നിന്ന് പോകലിനെ തൊട്ട് വാജിബ്, അത് വാജിബാണ്. ഇല്ല ഇൻദൽ ലറൂറത്തി വൽ ഹജ, ലറൂറത്തും ഹാജത്തും വന്നാലൊഴികെ. ലറൂറത്തോ ഹാജത്തോ വന്നാലെന്തായി? ലറൂറത്താകുമ്പോൾ കഠിനമായ വിഷമം, രോഗങ്ങൾ പോലെ. ഹാജത്താകുമ്പം ഭക്ഷണം കൊണ്ടുവരാൻ ആരും ആളില്ല, ഓളെന്താ തട്ടുവിട്ടിട്ട് വൃത്തിയിട്ടിട്ട് പോയിട്ട് അപ്പം ഒന്ന് ഭക്ഷണം വാങ്ങിക്കൊണ്ടിരുന്നു. എന്താ ഇപ്പോൾ അത് ഹാജത്താണ്. ലറൂറത്താകുമ്പോൾ രോഗം പോവാ. ഒരു പെണ്ണുങ്ങൾക്ക് ബ്ലീഡിങ് വന്നിട്ട് അവസാനം അസുഖം അഡ്മിറ്റാക്കാൻ പറ്റുമോ എന്ന് ചോദിക്കാൻ പറഞ്ഞു. നമ്മൾ ചോദിക്കാം, കാശുണ്ടെങ്കിൽ പേവാണ്ടിൽ അഡ്മിറ്റയച്ചോ, ഇല്ലെങ്കിൽ ജനറൽ വാർഡിലും ആവാം. അല്ലാ ഇങ്ങനത്തെ മൂലർക്കാരി പള്ളിയിലാക്കിനി മൂലർക്കെന്താ വരേണ്ടത്? അവൾ ചോര പോയിട്ടാണ് പടഞ്ഞു വരിക്കട്ടെ എന്ന് പുറത്ത് കൊടുക്കണം. ജാഹിൽ എഴുതിത്തരുന്ന പത്തോ കള്ളാസ വായിക്കല മസാല എന്ന് പറഞ്ഞാൽ ഒരു ജാഹിൽ കള്ളാസിലേക്ക് വായിക്കണേ. എനിക്ക് തന്നിട്ട് നിങ്ങൾ കഥ പറയണേന്ന് വെച്ചാൽ ഇപ്പോഴല്ല ഇപ്പം ആ പരിപാടി. അപ്പൊ ഇല്ലേ ലറൂറത്തും ഹാജത്തും രണ്ടും രണ്ടാണ്. വാമ്മാ തർക്കുത്ത സയ്യുനി ഫഹു വാജിബൻ. അപ്പൊ അത് ഓരോന്നിനും ദലീലല്ലേ പറയുന്നത്. അത് ലിമാ റുവിയ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. കാല ലാ യഹില്ലു ലിംറഅത്തിൻ തുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അള്ളാഹുവിനെ കൊണ്ടും യൗമുൽ ആഖിർ കൊണ്ടും വിശ്വസിക്കും മുഅ്മിനത്തായ ഒരു പെണ്ണിന് ഹലാലല്ല അൻ തുഹിദ്ദ അലാ മയ്യിത്തിൻ, ഒരു മയ്യത്തിന്റെ മേലും ഇഹ്ദാദ് ദുഃഖിച്ചിരിക്കുന്ന വാക്ക് ഫൗക സലാസി ലയാലിൻ, 3 രാത്രിയേക്കാളും അല്ലേ. അപ്പൊ 3 രാത്രി പൊതുവെ ഒന്ന് അനുവദിക്കപ്പെട്ടു നോക്കാം, അതിനപ്പുറം പറ്റൂല. ഇല്ല അലാ സൗജിഹ, സൗജിന്റെ മേലില്ല. സൗജിന 4 അശ്ഹുരിൻ വഅശ്റ, 4 മാസം 10 ദിവസം. അനി വൈന്നമാ വജബൽ ഹിദാദ്, അതിന്റെ ഹിക്മത്താ പറയുന്നത്. ഇപ്പം പറഞ്ഞ ദലീലാണ്. ഇനി ഹിക്മത്ത്, ഈ ഹിദാദ് ഉണ്ടല്ലോ, ഈ ചമയിൽ ഒഴിവാക്കല്. ലിയന്നഹു ലമ്മാ ഹുർരിമ അലൈഹി നിക്കാഹ്, അസ്ൽ നിക്കാഹാണ് എന്താക്കിനെ വിലങ്ങപ്പെടണം. അപ്പൊ നിക്കാഹിലേക്ക് റഗബത്ത് ഉണ്ടാക്കുന്ന ബാക്കി കാര്യങ്ങൾ അതിനോട് അനുബന്ധമായിട്ട് സീനത്ത് ഒഴിവാക്കാൻ വേണ്ടിയാണ് കൽപ്പിക്കപ്പെട്ടത്. അസ്വാദിനെ തേടുന്നുണ്ട് എന്ന സിഫത്തിൽ അവളാകാൻ പാടില്ല ആ സീനത്തിൽ. അപ്പൊ നിരോധിക്കപ്പെട്ട നിക്കാഹിലേക്ക് എത്തിച്ചേരുന്ന വസീലയായി മാറി. അതുകൊണ്ടാണ് ഒന്ന്. രണ്ടാമത്തെ ഹിക്മത്ത് സൗജിന്റെ മേലുള്ള ദുഃഖം, വേർപെട്ടതിലുള്ള ദുഃഖം ആദരിക്കലാണ്. അല്ലദീ കാന സബബ മഊനതിഹ വ കിഫായതിഹ, ഈ സൗജായിരുന്നല്ലോ ഇവളെ ചെലവും ഇവളെ കിഫായത്തെല്ലാം ഏറ്റെടുത്തിരുന്നത്. അതിന് മിനൻ നഫഖത്തി വസ്തുക്കിന, താമസ സൗകര്യം നഫഖത്തോടെ അംഗീകാരം കാര്യം. വമിന സുന്നത്തി, സുന്നത്തിൽപ്പെട്ടതാണ് അയ്യതബഖ റുസൂമൽ ജാഹിലിയത്തി, ജാഹിലിയായ നാട്ടു നടപ്പുകളെ കാത്തു സൂക്ഷിക്കണം. പണ്ടത്തെ ജാഹിലിയത്ത് ഇപ്പം ബാക്കി നിൽക്കുക, എല്ലാം കാട് വാക്കിയിട്ട് കളയന്നെ. എന്താണ്? മീൻ ഷക്കിൽ ജുജൂബി, കുപ്പായമാറ് വറച്ചു കീറലി, ഭർത്താവ് വെച്ച് വകയില്. വലറബിൽ ഖുദൂരി, കവളത്ത് അടിക്കലി. വഹൽഖി ശരി, മുടി കളയലി. കമാക്കാന ആദത്തുൽ അറബി, ഇതൊക്കെ അറബികൾ ആദത്തായിരുന്നു. അത് ജാഹിലിയ കാലത്താണ്, സുന്നത്തിൽപ്പെട്ടതല്ല. ഇത് ചെയ്യാതിരിക്കണം എന്നാണ് പറഞ്ഞത്.
വകദാലിക റഫ്ഉ സ്വൗതി ബിൽ ബുകാഇ വന്നൗഹി, കരയൽ കൊണ്ട് എന്താ ശബ്ദമുയർത്തലും ഇതിൽപ്പെട്ടതാണ്. വഖദ് ബരിഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, തങ്ങൾ ഒഴിഞ്ഞിട്ടുണ്ട് എന്ന് വെച്ചാൽ ഞാനും അവനൊരു ബന്ധമില്ല. അത് മിമ്മൻ യഫ്അലു ശൈഅൻ മിൻ ദാലിക, ഈ പറയപ്പെട്ട കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്താൽ ഞാനും അവനും തമ്മിൽ ബന്ധമില്ല. ഇത് നൗഹ കച്ചൽ എന്താ ലിഅന്നഹ ആദാത്തുൽ ജാഹിലിയ്യ, അത് ജാഹിലിയ്യ ആദാത്തുകളാണ്. ഇത് പറയുവാക്കസറു അഹാലി ഹാദ സമാനി, ഈ കാലഘട്ടത്തിലുള്ള അഹലുകാരിൽ ഭൂരിപക്ഷവും ഈ അക്സറിൽ ബുൽദാനി, അധിക നാടുകളിലും മുബ്തലൂന ബി അംസാലി ഹാദിഹിൽ ആദാത്ത്, ഈ ജാഹിലിയ്യായ ആദാത്ത് കൊണ്ട് അവർ മുബ്തലായി പോയിട്ടുണ്ട്. സുന്നത്തിനാക്കാണ് ഏറ്റവും വലിയ പ്രാധാന്യത്തിന് നാട്ടുമാമൂലുകൾക്ക്. ഇതിനെക്കാണ് നാലാളെന്ത് പറയും, മാമൂലുകാർ എന്ത് പറയും, ലോൺ എടുക്കാതെ മംഗലം കഴിച്ചാൽ പറയും എന്ത് മംഗലായത്. പള്ളിയുടെ മുമ്പിൽ വന്നിട്ട് ജപ്തി നോട്ടീസ് മാറ്റി കരിയുക കൊണ്ടുങ്ങോ. എന്താന്ന് 2 ലക്ഷം ലോൺ എടുത്തിരുന്നു, 1 ലക്ഷം മംഗലത്തിന് 1 ലക്ഷം അറവന് നിൽക്കാണ്ട്. അവസാനം ഇപ്പോൾ ജപ്തി നോട്ടീസ് വന്ന് മംഗലം കൊണ്ട് പിന്നിട്ട് കട വിടാൻ കഴിച്ചു. അപ്പോൾ പുജാപ്പിളൊക്കെ അറവ് നഷ്ടപ്പെടാൻ പോകുന്നു. ചുടിച്ച് അറടക്കം പോകില്ലേ, പുജാപ്പിള ഉണ്ടാകുമോ? അപ്പോൾ നാട്ടുകാരെ ബാധ്യത കടമ്പുണ്ടെങ്കിൽ നാട്ടുമാമ്പൂലുകൾക്ക് അത് വലിയ പ്രാധാന്യം. എന്താന്ന് ലാ സയ്യമന്നിസ, പ്രത്യേകിച്ച് പെണ്ണുങ്ങന്മാർ, ചില കറുത്ത വസ്ത്രം ധരിക്കുന്ന കാണുന്നുണ്ട്. ഒരാൾ മരണപ്പെട്ട് കൊടക്ക ഉണ്ടെന്ന് നോക്കുമ്പോൾ പോയിട്ട് പിന്നെ കാക്കൻ്റെ ചൊപ്പിയായാലും മതി. അതെ, ഇലാൻ തമ്മിൽ അയ്യാം, അങ്ങനെ കുറേ ദിവസം കഴിയണം. ബാൾ ഷുഹൂറും കസീന, ചിലപ്പോൾ മാസങ്ങളോളം കഴിയും ഈ കൊടുത്തുണയിട്ട്. ഉറുബ്ബമാ തറാ റജുലൻ ലാ യൽബസു ലിബാസൽ ജുമാഇ വല്ലായ, ചില മനുഷ്യന്മാരെ കണ്ടാൽ ജുമാക്കോ പെരുന്നാളിന് ധരിക്കുന്ന വസ്ത്രം ധരിക്കൂല. എന്നിട്ട് ഈ കാര്യത്തിന് വേണ്ടിയിട്ട് ജുമാക്കും പെരുന്നാൾക്കും ധരിക്കാവുന്നൊരു വസ്ത്രം ഉണ്ടല്ലോ, അതുപോലും ധരിക്കൂല. പല സുഇല ഫീഹി, അതിലെങ്ങാനും ചോദിച്ചാൽ അജാബ ബിഖൗലിഹി മാത അബി ഔ ഉമ്മി ഔ ഗൈറുഹുമാ, എൻ്റെ ഉപ്പ മരിച്ചിട്ടുണ്ട് അല്ല ഉമ്മ മരിച്ചിട്ടുണ്ട്, അതുകൊണ്ട് നല്ല നിറമുള്ള വസ്ത്രം ധരിക്കൂല, ഇസ്ലാമിലില്ല എന്നാ പറയും. വദാലിക ബഅദ മാ മദാ മിൻ സമാനിൽ വഫാത്തി ശുഹൂറുൻ, ഇത് തന്നെ ഇപ്പോൾ വഫാത്തിൻ്റെ സമയം മുതൽ മാസങ്ങൾ കഴിഞ്ഞിട്ടുണ്ടാകും. ഇനി നോക്ക്, വക്കത റാഫിദത്തു, ഇതുപോലെ റാഫിദിയാക്കൾ, അങ്ങനെ ഷിയാക്കൾ, അവർക്ക് അലിയാറ് തങ്ങളോട് വല്ലാതെ തിരിച്ചറിഞ്ഞില്ല. എന്ത് തിരിച്ചറിഞ്ഞില്ല? തീർച്ചയായിട്ടും അലിയാറ് തങ്ങളെന്താക്കി ഇലാഹാക്കി ഒരു കൂട്ടത്. അതിനപ്പുറം മറന്നൊന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസാനത്ത് പിടിച്ചെടുത്തൊന്നുമില്ല. അറിയാനും പറഞ്ഞിട്ടൊന്നുമില്ല. അത് വന്നത് ജിബ്രീൽ വന്നു അരിയുണ്ടെന്ന് വെച്ചു. അപ്പം നിസാലത്ത് നിന്ന് നല്ല പോലീസുള്ള സാധനം പറഞ്ഞ് നമുക്ക് ഫാത്തുമ ഒപ്പതിയത്തിൻ്റെ കട്ടയും മുട്ടയല്ലേ ഇത്. തൊപ്പത്തീസിനാഴ്ച വായിച്ചു നോക്കി, ഇവിടെ ഉണ്ട് കിതാബ്. പേർഷ്യൻ ഭാഷയിലുണ്ട്, ഉറുദുവിലുണ്ട്, അറബിയിലുണ്ട്. ഇതാ നബുവത്തിൻ്റെ നിസാലത്തും കുഫരിയത്താണിത്, അനിച്ച കുഫരിയത്ത്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു കുറേ ഖുർആനകത്ത് കറ്റണമല്ലോ. വർഫഅനാലക ദിക്റക വജഅൽനാ അലിയൻ സിഹ്റക എന്നൊരു ആയത്ത് കറ്റണമല്ലോ അവര് ഉസ്മാൻ റളിയല്ലാഹു അൻഹു. എന്തുകൊണ്ട്? ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഒരു രണ്ട് മുള പുയ്യാപ്പിളയല്ലേ. അലിയാർ നീക്ക് പുയ്യാപ്പിളായിട്ട് തന്നിട്ടില്ല എന്ന് ചോദിച്ചപ്പോൾ ഉസ്മാനെ തന്നിട്ടില്ല എന്ന് ചോദിക്കാത്തത് കൊണ്ട് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ ദേഷ്യം പിടിച്ചു. വജഅൽനാ അലിയൻ സിഹ്റക കെട്ടു. പറയുന്നെങ്കിൽ രണ്ടാളെയും പറയണോ, അല്ലെങ്കിൽ ഒരാളെ മാത്രം പറഞ്ഞാൻ പറ്റില്ല. ഭയങ്കര പൊരിഞ്ഞോർക്ക് റാഫിദിയാക്കൾ ഹുസൈൻ റളിയല്ലാഹു അൻഹു ഷഹീദായ, അങ്ങനെ ഹംസത്ത് റളിയല്ലാഹു അൻഹു ഷഹീദായിട്ടില്ല. അതിനെക്കാണ് ഭയങ്കര കഷ്ടം ഉണ്ടായിട്ടില്ല. നെഞ്ഞെല്ലാം കുത്തിപ്പൊളന്ന് അവസാനം കാറിലെ കഷ്ടം കിട്ടുമ്പോൾ ചവച്ച് തുപ്പിയില്ലേ.
പക്ഷെ ലോകത്ത് ഷർറാവും ലറാവും എല്ലാം അള്ളാഹിൻ്റെ വജഹിന് ഉണ്ടായാലും അല്ല ഇബാദത്ത് തന്നെയല്ലേ. വേറെ ഇവിടെ പ്രശ്നമുള്ളത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ച്. എന്നിട്ടോ വഹദസ അലൈഹ വാഹിദത്തല്ലേ അലിഹ ഹത്ത അതേപോലെ ഹത്തത്തഖദു യൗമ ആശുറ മഅതമൽ ഖത്ൽ. എന്നിട്ട് ആശുറ ദിവസം ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ മരണം ആഘോഷമാക്കി മാറ്റി. ആശൂറാൻ്റെ പ്രത്യേകിച്ചൊന്നുമില്ല. ആശൂറാക്ക് 100 ഫളായിലുകൾ വന്നിട്ടില്ല. എത്ര അതെല്ലാം കൂടെ മാറ്റി നിർത്തിയിട്ട് ഇന്ന് അലി എന്ന ഹുസൈൻ റളിയല്ലാഹു അൻഹു കൊന്ന ദിവസം ആഘോഷിക്കും. ഫയുഖീമൂന ഫീ മിസ്ലി ഹാദൽ യൗമിൽ അസാ. അന്നൊരു പ്രത്യേക അസാ, ഒരു അസാ എന്നിട്ട് മരണത്തിൻ്റെ. എന്നിട്ടോ വയുഖീലൂന നഹ്വ വൽ ബുക്കാ. ഇനി കരയാനുള്ള നീട്ടലും അതിനൊക്കെ വിളിക്കെല്ലാം വാങ്ങിട്ടൊന്നോ കരച്ചിലും കിട്ട് വരുമെന്നാണ്. അത് ട്രാജഡി കോമഡി എന്ന് പറഞ്ഞിട്ട് രണ്ട് ഇതുണ്ട് നാടകം. കോമഡി എന്ന് പറഞ്ഞാൽ ചിരിയിൽ അവസാനിക്കുന്നതിനെ കോമഡി എന്ന് പറയില്ല എല്ലാം. പക്ഷേ ട്രാജഡി എന്ന് പറഞ്ഞാൽ ദുഃഖത്തിൽ അവസാനിക്കുന്നത്. അത് കരയേണ്ട സാഹചര്യത്തിൽ തിന്നാൻ വേണ്ടിയുള്ള ഗുളിയുണ്ട്. അതൊക്കെ ഒന്ന് കരച്ചിലും വരും. ചിരിക്കേണ്ടതാ ചെറിയ ചിരിയിരിക്കും. അപ്പൊ ഇത്ര നല്ല ചിരി ഇടുന്ന ചിരിപ്പുണ്ടല്ലോ, റെഡിമേഡ് ചിരിയില്ല. ഞാൻ റബ്ബേ പടക്കം പൊട്ടി വീണ മന്ത്രി കേൾക്കൂല ചിരിന്റെ ദുഃഖവും വ്യസനങ്ങളൊക്കെ പ്രകടമാക്കുന്നതിന് നെഞ്ഞത്തടിക്കല്. യാ റബ്ബേ സത്യവുമായി ബന്ധമുള്ള ഒരാൾക്ക് പ്രവർത്തിക്കുന്ന അല്ലാത്ത പ്രവർത്തനങ്ങളാണ് ഇവർ പ്രവർത്തിക്കുന്നത്. പിന്നെ ബായില്ല സഹാബത്തിൽപ്പെട്ട റളിയല്ലാഹു അൻഹു ചിലർ ചീത്ത പറയലിലേക്കാണ് വരുത്തുന്നത്. ചില പ്രത്യേകം തരീഖത്തുണ്ട് അതിന് ചീത്ത പറയണം പോലും. മഹാവിയാതങ്ങൾ ചീത്ത പറയണം പോലും. നിശ്ചിതമായി അതിർന്ന് തരീഖത്തിന്റെ ഉസൂലങ്ങനത്തെ സാധനയും സഹാബത്തിനെ ചീത്ത പറയുന്ന ഒരു മുസ്ലിമിനെ ചീത്ത പറയുന്ന തരീഖത്തിലെ അസലായിട്ട് രാവിലെ പിന്നെ ചെല്ലുന്ന അവറാദിന് വന്നിട്ട് പ്രത്യക്ഷമായോ അല്ലെ പരോക്ഷമായോ എന്താക്കണം, സഹാബത്തിനെ ചീത്ത വിളിക്കണം പോലെ ലാനത്ത് ചെയ്യണം. വഹാദാ അമലു അഹ്ലി ളലാൽ. ദലാലിന്റെ അഹലുകാരുടെ പണിയാണിത് മുഴുവനും. അൽ മുസ്തൗജിബീന മിനല്ലാഹിൽ ഖിസ്യ വന്നക്കാൽ. അല്ലാഹുവിന്റെ വക്കൽ നിന്ന് ശിക്ഷാർഹരാണ് ഇവർ. കാന്നഹും ലം യസ്മഉ മാ വറദ ഫി നഹ്യി അനിൽ ഹിദാദ്. ഈ ഭർത്താവിൻ്റെ പേരിൽ 4 മാസം 10 അതും ഒരു മഅറൂഫായ രീതിയിലാണ്. മറ്റുള്ള ബിലാദും ഇവർ കണ്ടിട്ടില്ലെന്നാണ് ചോദ്യം. വെച്ചാലോ എന്നെ കെട്ടിപ്പത്തുൻ നിസാഹ് വ്യക്തമാക്കാവോ അത് മുതലായവ പറയാൻ പോകും.